യോഹന്നാന്റെ സുവിശേഷമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ഈ സമയത്ത് നമ്മൾ ലേഖനങ്ങളുടെ ഇടയിൽ ഈ ഒരു സുവിശേഷ ഭാഗം എന്തുകൊണ്ടാണ് എടുത്തത് എന്ന് ചോദിച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം രക്ഷയെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ, വീണ്ടും ജനനത്തെക്കുറിച്ചുള്ള പഠിപ്പിക്കൽ യോഹന്നാന്റെ ലേഖനത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് എന്നുള്ളതുകൊണ്ടാണ്. യോഹന്നാന്റെ ലേഖനത്തിലാണ് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിലേക്ക് വരുന്ന ആ ഒരു പ്രോസസ്സ് വിശദീകരിക്കുന്നത്. അപ്പോൾ ശരിക്കും നമ്മൾ പലപ്പോഴും സഭകൾക്ക് പറ്റുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, അവർ രക്ഷയെക്കുറിച്ച് പറയുമ്പോൾ പോലും ഈ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് അധികം നോക്കാതെയാണ് അത് പറയുന്നത്. അത് വലിയൊരു അപകടകരമായ കാര്യമാണ്. കാരണം എന്തുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം വളരെ പ്രധാനമാണ് എന്ന് ചോദിച്ചാല്, ശരിക്കും യോഹന്നാൻ ഇത് എഴുതുന്നത് ഒരു 100 വർഷം അല്ല ഒരു 60-70 വർഷങ്ങൾക്ക് ശേഷമാണ്. യേശുക്രിസ്തു പ്രസംഗിച്ച് ഒരു 60-65 വർഷങ്ങൾക്കെങ്കിലും ശേഷമാണ് ഈ സുവിശേഷം എഴുതുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു സാഹചര്യം ഉള്ളത് കൊണ്ട് ഈ ലേഖനം എഴുതുമ്പോൾ യോഹന്നാന്റെ മനസ്സില് കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, അതോടൊപ്പം അന്ന് ആ സാഹചര്യത്തിൽ സഭയിലെ സ്ഥിതി എല്ലാം മനസ്സിലുണ്ട്, ഉപദേശങ്ങളിലുണ്ടായ വ്യത്യാസങ്ങൾ മനസ്സിലുണ്ട്. അപ്പൊ ശരിക്കും യോഹന്നാന്റെ സുവിശേഷം എഴുതുമ്പോൾ ആ വീണ്ടും ജനനം സംഭവിച്ചേ പറ്റൂ എന്നുള്ള ഒരു എംഫസിസ് യോഹന്നാന്റെ സുവിശേഷത്തിൽ വരുന്നുണ്ട്. അപ്പൊ വീണ്ടും ജനനം സംഭവിക്കാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഈ സുവിശേഷം എഴുതിയിരിക്കുന്നത്. അങ്ങനത്തെ പല വാക്യങ്ങളും യേശു ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ്. എന്തുകൊണ്ട് നമുക്ക് സ്വയം ഫലം കായ്ക്കാനോ സ്വയം നമ്മുടെ ജീവനിൽ നമ്മുടെ പഴയതിൽ നമുക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ എന്തുകൊണ്ട് കഴിയില്ല എന്നുള്ളതിന്റെ വിശദീകരണവും, അതോടൊപ്പം യേശു ക്രിസ്തുവിന്റെ ജീവൻ എങ്ങനെയാണ് നമ്മുടെ ദാഹം എന്നേക്കുമായി തീർക്കുന്നതെന്നും നമ്മൾ എങ്ങനെയാണ് ഫലം പുറപ്പെടുവിക്കുന്നതെന്നൊക്കെയുള്ള ശരിക്കും ആ ഒരു ഉപദേശത്തിന്റെ നക്ഷൽ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് നമ്മൾ ഉപദേശ രൂപമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷവും ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഒന്നാം വാക്യം നമ്മൾ 1, 2, 3 വാക്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ കണ്ടിരുന്നു. പ്രധാനമായിട്ടും യോഹന്നാൻ യേശു ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വചനം എന്ന അർത്ഥത്തിലാണ്. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ചാണ് വാക്യം. വചനം ദൈവമായിരുന്നു. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു യഹോവ സാക്ഷികൾ അത് വചനം ഒരു ദൈവമായിരുന്നു എന്ന് മാറ്റി എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ട്രാൻസ്ലേഷൻ അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതുപോലെ ആദിയിൽ വചനം ഉണ്ടായിരുന്നു. എന്നോട് യഹോവ സാക്ഷി പറഞ്ഞാണ് ആദിയിൽ വചനം ഉണ്ടായിരുന്നു. അപ്പൊ അതിനു മുൻപോ ആദിയിൽ മുമ്പോ അപ്പോ അനാദിയിൽ ഇല്ലായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ആദിയിൽ വചനം ഉണ്ടായി എന്നല്ല, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. ഇൻ ദ ബിഗിനിങ് എന്ന് ദൈവം പറഞ്ഞപ്പോൾ വചനം ഉണ്ടായിരുന്നു, വചനം ഇല്ലാതിരുന്നിട്ടില്ല. പിതാവ് ഒരിക്കലും പുത്രനെ കൂടാതെ, വചനത്തെ കൂടാതെ ഉണ്ടായിരുന്നിട്ടില്ല. പിതാവ് എപ്പോഴെല്ലാം ഉണ്ടോ അപ്പോഴെല്ലാം വചനവും ഉണ്ടായിരുന്നു. അപ്പോൾ വചനം ക്രിസ്തു ഇല്ലാതെ, അതായത് വചനം ഇല്ലാതെ എങ്ങനെയാണ് ദൈവത്തിന് വചനം ഇല്ലാതിരിക്കുമോ? അപ്പൊ വചനം ജഡമായി തീർന്നു. അപ്പൊ ദൈവം ഉള്ളപ്പോൾ വചനം ദൈവമാണ്, വചനം ദൈവമാണ്. അവിടെയാണ് നമ്മൾ ദൈവത്വത്തെ കുറിച്ച് നമ്മുടെ അപര്യാപ്തമായ അറിവുകൊണ്ടാണ് പലതരത്തിലുള്ള ദുരുപദേശങ്ങളും പ്രചരിക്കുന്നത്. എന്നാൽ ഈ വാക്യങ്ങൾ നമ്മളെ വ്യക്തമായി യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ കുറിച്ച് പഠിപ്പിക്കുന്ന ഉളവായതെല്ലാം ക്രിസ്തുവിലൂടെ ഉളവായതാണ്. അത് നമ്മൾ യോഹന്നാൻ 17 വരുമ്പോഴേക്കും നമുക്ക് അതിന്റെ ഒരു യേശുക്രിസ്തുവിന്റെ പ്രാർത്ഥനയില് ആ സൃഷ്ടിയുടെ മേലുള്ള കർത്താവിന്റെ ആ ഒരു എന്താ പറയുന്ന ആ ഒരു പ്രാർത്ഥന ക്രിസ്തുവിൽ ഒന്നായി ചേർക്കാൻ എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന ഹൗ ക്രൈസ്റ്റ് ബിക്കെയിം എബവ് എവറിത്തിങ്, എല്ലാറ്റിനും മുകളിൽ ക്രിസ്തു എന്തുകൊണ്ട് സകലത്തിനും അവകാശിയായി മാറി എന്നുള്ളതിന്റെ ഇങ്ങോട്ട് സൂചനയാണ് നമ്മളിവിടെ ഈ വാക്യത്തിൽ കാണുന്നത്. പിന്നെ നമ്മൾ കണ്ടത് ഇൻ ഹിം വാസ് ലൈഫ് എന്നാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, അതാണ് നമ്മൾ പിന്നീട് കണ്ടത്. അപ്പൊ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു പറയുമ്പോൾ എന്ത് ജീവൻ? എന്താണ് ഈ ജീവൻ? ജീവൻ എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ വിശദീകരണമാണ് പിന്നീട് താഴോട്ടുള്ള വാക്യങ്ങളിൽ കാണുന്നത്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, സംതിങ് ദാറ്റ് വാസ് നോട്ട് ഇൻ us, നമ്മളിൽ ഇല്ലാതിരുന്ന എന്തോ ഒന്ന് അവനിൽ ഉണ്ടായിരുന്നു. അതിനെ ജീവൻ എന്ന് പറയുന്നത്. വാട്ട് വി ഡിഡ് നോട്ട് ഹാവ് ആൻഡ് വാട്ട് ജീസസ് ഹാഡ്, അതാണ് ജീവൻ. എന്താണത്? അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് ഉളവാക്കുന്ന
ഓക്കെ, ദൈവത്തിന്റെ ആത്മാവ് ഉളവാക്കുന്ന ആ ഒരു ജീവൻ, അതായത് ആ ജീവൻ എന്നുള്ള വാക്ക് നിർവചിക്കാൻ നമുക്ക് വളരെ പ്രയാസമാണ്. ഓക്കെ, പക്ഷെ വേദപുസ്തകം ജീവനെ നിർവചിക്കുന്നത് തന്നെ യേശുക്രിസ്തു തന്നെയാണ് ജീവൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ക്രിസ്തുവിനെ അറിയുന്നതും ദൈവത്തെ അറിയുന്നതും ക്രിസ്തുവിനെ അറിയുന്നതുമാണ് ജീവൻ എന്ന് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പൊ യേശുവിൽ ജീവൻ ഉണ്ടായിരുന്നു എന്നുള്ള സ്റ്റേറ്റ്മെന്റിനോട് കൂടെ ചേർത്ത് നമ്മൾ കാണേണ്ട ഒരു വാക്യമാണ് ഞാൻ തന്നെയാണ് ജീവൻ എന്ന് കർത്താവ് പറഞ്ഞു. ഞാൻ തന്നെയാണ് ജീവൻ. ആ ജീവനാണ് ക്രിസ്തുവിലുള്ളത്. അപ്പൊ ക്രിസ്തു തന്നെ ജീവനാണ്. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു. സംതിങ് ദാറ്റ് വി ഡിഡ് നോട്ട് ഹാവ്. എന്തുകൊണ്ടാണ് നമുക്ക് ജീവൻ ഇല്ലാതിരുന്നത്? കാരണം കർത്താവ് തന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ യോഹന്നാൻ 6 പറയുന്നത് ജഡത്തിന് ജീവിപ്പിക്കാൻ കഴിയില്ല, ജഡം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവാണ് ജീവന്റെ സോഴ്സ്, റിസോഴ്സ് എന്ന് പറയും. അവന്റെ ശ്വാസമാണ് നമ്മുടെ ജീവൻ. ഓക്കെ, നമുക്ക് ജീവൻ എന്നുള്ള വാക്ക് കൂടുതൽ വ്യാഖ്യാനിക്കുന്നത്, ഈവൻ ശാസ്ത്രജ്ഞന്മാർ പോലും ജീവൻ എന്ന വാക്ക് വ്യാഖ്യാനിക്കുന്നത് അതിന്റെ ഫലങ്ങൾ വെച്ചിട്ടാണ്. ജീവൻ എന്നതിനെ നിർവചിക്കാൻ ഭയങ്കര പ്രയാസമാണ്, ഫലങ്ങൾ വെച്ചിട്ടാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നതും ഫലം വെച്ചിട്ടാണ് ജീവൻ എന്താണെന്ന് യോഹന്നാനും വിശദീകരിക്കുന്നത്. എന്ത് ഫലത്തെക്കുറിച്ചാണ് യോഹന്നാനോട് പറയുന്നത്? ജീവൻ വെളിച്ചം പോലെയാണ്. അതാണ് അതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്. വെളിച്ചം പോലെയാണ്. വെളിച്ചത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുളിന് അതിനെ കീഴടക്കാൻ കഴിയില്ല. അപ്പൊ നമ്മളിൽ ജീവൻ ഉണ്ടോ എന്ന് എപ്പോഴും പരിശോധിക്കാൻ നമുക്ക് സാധിക്കും. എങ്ങനെ സാധിക്കും? നമ്മുടെ ചുറ്റും ഇരുള് വരുമ്പോൾ നമ്മളിൽ ജീവൻ വ്യാപരിക്കുന്നുണ്ടോ? അതാണ്. വെളിച്ചമുണ്ടോ? ആ വെളിച്ചം അണയുന്നുണ്ടോ? ഇതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൺസേൺ. ശരിക്കും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്ക് എതിരാകുന്നു, അല്ലെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് മനസ്സിലാകും, അല്ല നമ്മൾ മത്സരിക്കുന്നതായിട്ട് തോന്നുന്നു, നമുക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ടോ? നമുക്ക് ജീവൻ അനുഭവിക്കാൻ പറ്റാതെ പോകുന്നുണ്ടോ? അത് ആണ് നമ്മുടെ പരിശോധന. എപ്പോഴും നമ്മുടെ പരിശോധന അങ്ങനെയാണ്. നമ്മളൊരു ദുർഘട സാഹചര്യത്തിൽ വരുമ്പോൾ. ഓക്കെ, ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഞാൻ ചർച്ചിൽ പറഞ്ഞ ഒരു സാക്ഷ്യമാണ്, പ്രാർത്ഥനാ വിഷയമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. ഒരു സഹോദരി കാത്തലിക് വിശ്വാസത്തിൽ നിന്ന് അവരെ കല്യാണമൊന്നും കഴിക്കാതെ വർഷങ്ങളായിട്ട് 40-45 വയസ്സായി കല്യാണമൊന്നും കഴിക്കാതെ അങ്ങനെ ജീവിച്ച് അവസാനം കാത്തലിക് ചർച്ചിന്റെ ആ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി വിവാഹിതയാകാൻ തീരുമാനിച്ചു. മാട്രിമോണിയൽ പേജിൽ ഒരു പരസ്യം കൊടുത്തു. അത് വലിയൊരു വഞ്ചനയിലായിപ്പോയി. ഇവരുടെ കയ്യിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ ഫ്രോഡ്സ് ആയിരുന്നു. അവരെന്തൊക്കെയോ പറഞ്ഞ് വഞ്ചിച്ച് 3 ലക്ഷം രൂപയുടെ മേലിൽ അടിച്ചു മാറ്റി. അവർക്ക് ആകെ ഉണ്ടായിരുന്ന സ്വത്തായിരുന്നു, അതിനകത്ത് കുറച്ച് കടവും. അപ്പൊ ഇന്ന് അവരോട് സംസാരിച്ചപ്പം ഞാൻ ചോദിച്ചു, കേസുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ടോ? ഇവർക്കെതിരെ കേസ് കൊടുക്കാനുള്ള പദ്ധതി ഉണ്ട്, എന്താ ആലോചിക്കുന്നത് ചോദിച്ചു. അന്നേരം പുള്ളിക്കാർ പറഞ്ഞു, ഞാൻ ആദ്യം കേസ് കൊടുക്കാനാണ് വിചാരിച്ചത്, പിന്നെ വിചാരിച്ചു ലോകത്തിൽ എല്ലായിടത്തും ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അപ്പൊ കർത്താവിന്റെ വഴി എന്ന് പറയുന്നത് ക്ഷമിക്കാന്നുള്ളതാണ്, എല്ലാം പോയി കടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, അവരെ ഇനി കോണ്ടാക്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ ഫോർഗീവ് യു എന്നൊരു വാക്കല്ലാതെ വേറെ ഒന്നും പറയണ്ട. കാരണം സമ്പത്തിന്റെ അപഹാരം വന്നാലും ജീവന്റെ അപഹാരം വന്നാലും ആളുകൾ നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതിനെ ആശ്രയിച്ച് നമുക്ക് ജീവിതത്തെ മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ പുള്ളിക്കാരിയോട് പറഞ്ഞു, ഞാനത് അന്നേരം ക്ഷമിച്ചു. കാരണം നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മൾ സൂക്ഷിക്കണം, അവരവരുടെ പ്രവൃത്തി ചെയ്യുന്നു, നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. പോയത് പോയി, ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ, ഞാൻ അവരോട് ക്ഷമിച്ചു. സോ ദാറ്റ് വാസ് വണ്ടർഫുൾ. അപ്പൊ ശരിക്കും ഉള്ളത് മുഴുവൻ പോയി. ഷീസ് ഇൻ ഡെപ്റ്റ് നോ. അത് ഡെപ്റ്റ് എത്രയും പെട്ടെന്ന് ക്ലിയർ ചെയ്യേണ്ട ഡെപ്റ്റുകൾ. അപ്പം ഷീസ് അണ്ടർ പ്രഷർ. ആ അണ്ടർ പ്രഷറിലായിരിക്കുമ്പോൾ ഇങ്ങനെയാണ് റെസ്പോണ്ട്. അപ്പൊ നമ്മൾ പലപ്പോഴും ഈ അണ്ടർ പ്രഷറിൽ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ് നമ്മൾ ജീവൻ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പരിശോധിക്കാൻ കഴിയുന്നത്. അത്രയും വലിയൊരു ലോസ് വളരെ ഈസി ആയിട്ട് എടുക്കുന്നത് ഞാൻ കണ്ടു. സോ ദാറ്റ് വാസ് ഫാന്റാസ്റ്റിക്. ഐ വാസ് വറീഡ് whether she would have some upset mind or depression or something, but she was very fine. She took it in her stride. That was good, wonderful. അപ്പോൾ ജീവൻ നമുക്ക് തന്നെ, നമ്മുടെ ജീവൻ വർക്കൗട്ട് ആവുന്നുണ്ടോ, രക്ഷ വർക്കൗട്ട് ആവുന്നുണ്ടോ, യേശുവിന്റെ ജീവൻ നമ്മളിൽ വ്യാപരിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ ഇങ്ങനെയുള്ള ഇരുട്ടിലുള്ള ടെസ്റ്റിംഗ് ആവശ്യമാണ്. ഇരുട്ട് എന്തിനാണ് ദൈവം അനുവദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇരുട്ടിലാണ് ഈ ലൈഫ് പ്രകാശിക്കേണ്ടത്. ഇരുട്ടിലാണ്.
ഓക്കെ, അപ്പോൾ ഇരുട്ടിൽ ഈ ലൈഫ് പ്രകാശിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇരുട്ടിനെ ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട. ഈ someone comes against us, we are not afraid, we don't need to. നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം വെളിച്ചത്തിന് ഒരിക്കലും ഇരുളിനെ ഭയമില്ല. ആ ഇരുളിനനുസരിച്ച് വെളിച്ചം മാറുന്നില്ല, തേജസ് കൂടുന്നതേ ഉള്ളൂ. യേശുവിന്റെ ലൈഫ് മുമ്പ് വെച്ചുകൊണ്ട് യോഹന്നാൻ പറയാണ്, ലൈഫ് ഫ്രം ദ ലോർഡ് ഈസ് ഡിഫറെന്റ് ആൻഡ് യുണീക്ക്. അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ജീവിച്ചു പോകുന്ന പരിപാടിയല്ല, അത് ക്രിസ്തുവിനെ എൻജോയ് ചെയ്യുന്ന പരിപാടിയാണ്. ഹി ഹിംസെൽഫ് ഈസ് ലൈഫ്. ആ ജീവനെ നമ്മൾ അങ്ങ് ആസ്വദിക്കണം, നഷ്ടത്തെ ആസ്വദിക്കാൻ. അത് എബ്രായ ലേഖനത്തിൽ ഒരു വാക്യം, നിങ്ങൾ സമ്പത്തിന്റെ അപഹാരത്തെ സന്തോഷത്തോടെ സഹിച്ചു, അതിമഹത്തായ പ്രതിഫലമുള്ള ഈ ധൈര്യം നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ആ വാക്യം ഉപദേശിക്കും നമുക്ക്. സോ ഹൗ വി ലുക്ക് അറ്റ് ദ വേൾഡ്, ലോകത്തെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് നഷ്ടങ്ങളെ നേരിടുന്നത്. നമ്മുടെ ഉള്ളിൽ എന്ത് പോയാലും അവരോട് ഇത്തിരി വൈരാഗ്യം അല്ലെ ഉണ്ടാകാതിരിക്കണം. മനുഷ്യൻ അങ്ങനെയാണ്, നിങ്ങളിങ്ങനെ മനുഷ്യരെ ചതിക്കാൻ നടക്കുവാണല്ലോ എന്ന് രണ്ട് വർത്തമാനെങ്കിലും പറയാൻ. ബട്ട് അവിടെ മരിക്കാൻ പറ്റുന്ന, നമ്മൾ മരിക്കുമ്പോൾ സംഭവിക്കുന്ന ക്രിസ്തുവിന്റെ ജീവന്റെ ഫ്ലോ ആണ്. അത് ആ ജീവൻ എപ്പോഴും പരീക്ഷിക്കപ്പെടുന്നത് അങ്ങനെ ഒരു തലത്തിലാണ്. ഓക്കെ, അപ്പോൾ ഇൻ ഹിം വാസ് ലൈഫ് എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. കർത്താവ് അതിന് മറുപടി 6-ാം അധ്യായത്തിലാണ് പറയുന്നത്. നമ്മൾ ഈ യോഹന്നാന്റെ സുവിശേഷം വായിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്ന അവന്റെ ലൈഫിലായി, അവന്റെ ജീവനിൽ. യോഹന്നാന്റെ ഏറ്റവും വലിയ ഫോക്കസ് അതിനകത്ത് തന്നെ. ഈ സുവിശേഷം എഴുതിയത് തന്നെ ജീവൻ ഉണ്ടാകുന്നതിന് വേണ്ടി. ക്രിസ്തുവിന്റെ ജീവന്റെ ഒരു ആഘോഷമാണ്. എങ്ങനെയാണ് കർത്താവ് ജീവിച്ചത്, ആ പിതാവുമായിട്ടുള്ള ബന്ധം എന്തായിരുന്നു, അടുപ്പം എന്തായിരുന്നു, നമുക്ക് എത്ര പ്രഷ്യസ് ആണ്. ഞാനത് 2-3 ദിവസം കർത്താവിന്റെ അടുത്തുനിന്ന് ടാരി ചെയ്തപ്പോൾ എനിക്ക് വളരെ ശക്തമായ ഒരു ഇൻസ്പിറേഷൻ ഉണ്ടായി. കം ടു ദ ഗോസ്പൽ അക്കോർഡിംഗ് ടു ജോൺ. എന്റെ മനസ്സിലുണ്ടായ ഒരു ചിന്ത ഡോക്ട്രിൻസ്, അതായത് ഹു ഈസ് ഗോഡ്, ട്രൈയൂണിറ്റി, ഇങ്ങനെയുള്ള ബേസിക് ചർച്ചിന്റെ ഡോക്ട്രിൻസ് ലേക്ക് പോകാം എന്നായിരുന്നു. പക്ഷേ ദിസ് ഹോളി സ്പിരിറ്റ് വാസ് ലീഡിങ് മീ ടു ദ ബുക്ക് ഓഫ് ജോൺ. കാരണം എപ്പോഴും വേദപുസ്തകം സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ ഒരു വ്യവസ്ഥാപിതമായ സിസ്റ്റത്തിന് സാധിക്കില്ല. വേദപുസ്തകത്തിന്റെ ക്ലാരിറ്റി നമ്മൾ ഒരു പുസ്തകത്തിൽ നിന്നും നമുക്ക് ലഭിക്കും. സോ ഇഫ് ഐ ടേക്കിംഗ് ദാറ്റ്, ചിലപ്പോൾ എനിക്ക് റെഫർ ചെയ്യേണ്ടതായിട്ടൊക്കെ വന്നേനെ. ബട്ട് ഇവിടെ അങ്ങനെയല്ല. ഇവിടെ കർത്താവിൽ തന്നെ ഡയറക്റ്റ്, സുവിശേഷം അങ്ങനെയാണ്, കർത്താവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ടാണ് കേൾക്കുന്നത്. ലേഖനങ്ങളും എല്ലാം കർത്താവിന്റെ ആത്മാവിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് കേൾക്കുന്നത് പോലെ മനോഹരമായി നമുക്ക് മനസ്സിലാകുന്നതും വേറെ ഒന്നുമില്ല. അപ്പൊ ഇവിടെ പറയുന്നത് അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യർക്ക് വെളിച്ചമായിരുന്നു. In him was life, and the life was the light of men. The light shines in the darkness. വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഇരുളിൽ പ്രകാശിക്കണം. ഇരുളിൽ പ്രകാശിച്ചില്ലെങ്കിൽ അത് വെളിച്ചമല്ല. You are only reflecting the light. നിങ്ങൾ സ്വയം വെളിച്ചമല്ല, നിങ്ങളുടെ ഉള്ളിൽ വെളിച്ചമില്ല. ഓക്കെ, അപ്പൊ ലൈറ്റിന്റെ സോഴ്സ് ഈ ലോകം തന്നെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഇരുട്ടാവും, നമ്മളിൽ വെളിച്ചം ഉണ്ടാക്കാൻ പറ്റത്തില്ല. എന്നാൽ ലൈറ്റിന്റെ സോഴ്സ് ലോകമല്ല, കർത്താവാണെങ്കിൽ നമുക്ക് ഈ ലോകം മുഴുവൻ ഇരുണ്ടുപോയാലും നമ്മളിൽ വെളിച്ചം ഉണ്ടായിരിക്കും. ഇപ്പൊ മൂണിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. മൂൺ, ചന്ദ്രന് സ്വന്തമായി വെളിച്ചമില്ലെന്ന് നമുക്കറിയാം. പക്ഷെ ഭൂമി മുഴുവൻ ഇരുണ്ടുപോയാലും ചന്ദ്രന്റെ വെളിച്ചത്തെ ബാധിക്കില്ല. എന്തുകൊണ്ട് ബാധിക്കില്ല? ചന്ദ്രന്റെ സോഴ്സ് വേറെയാണ്. ചന്ദ്രന് ലഭിക്കുന്ന ലൈറ്റ് എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നാണ്. ഇവിടെ നിന്നുള്ള ലൈറ്റ് അല്ല. ഇവിടെ നിന്നുള്ള ലൈറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഇരുട്ടായി പോയിരുന്നെങ്കിൽ ചന്ദ്രന് ഇരുട്ടായി പോകും. പക്ഷെ എന്തുകൊണ്ടാണ് ചന്ദ്രൻ ഇരുട്ടാകാത്തത്? ബിക്കോസ് ഇറ്റ് ഹാസ് അനദർ സോഴ്സ്, എ പെർമനന്റ് സോഴ്സ്, എ മോർ സ്റ്റേബിൾ സോഴ്സ്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിന്റെ സോഴ്സ് കർത്താവാണെങ്കിൽ, ജീവന്റെ ഉറവിടം ക്രിസ്തു ആണെങ്കിൽ, നമ്മുടെ ജീവനെ അപ്സെറ്റ് ചെയ്യാനോ ഇരുട്ടാക്കാനോ പ്രതികരണം ഇല്ലാത്തതാക്കി മാറ്റാനോ ഒരിക്കലും അന്ധകാരത്തിന് കഴിയില്ല. വി ഓൾവേസ് ആർ വിക്ടോറിയസ് ബൈ ദാറ്റ് ലൈഫ്, ബൈ ദാറ്റ് സ്പിരിറ്റ്. ആത്മാവിനെ നമ്മൾ എപ്പോഴും വിജയിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ, നമ്മൾ ഒരിക്കലും തോറ്റുപോകുകയില്ല. ഇതാണ് നമ്മുടെ അഫർമേഷൻ. ബൈ ഫെയ്ത്ത് വി ആർ ലിവിങ് ദാറ്റ് ഫെയ്ത്ത്, വി ആർ ലിവിങ് ദാറ്റ് ലൈഫ്. The light shines in the darkness and the darkness has not overcome it. അതിനെ കീഴടക്കിയില്ല, ഇരുട്ട് അതിനെ ഒരിക്കലും കീഴടക്കിയില്ല. അപ്പൊ ക്രിസ്തുവിന്റെ ലൈഫ് നമ്മൾ കഷ്ടതകളാൽ തികഞ്ഞ് അനുസരണം പഠിച്ച് തികഞ്ഞവനായി നമ്മൾ വായിക്കുന്നു. ഇരുട്ടിന്റെ മാക്സിമിലാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം
6-ാം അധ്യായം. ഒരു നിമിഷം ഞാൻ എടുത്തോട്ടെ. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തില് ഒരു മിനിറ്റ്. ഈ വെളിച്ചത്തിന്റെ സോഴ്സിനെ കുറിച്ചൊരു പരാമർശമുണ്ട്. ഓക്കെ, ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ പ്രകാശിതമായി. കണ്ണ് കേടുള്ളതെങ്കിലോ നിന്റെ ശരീരം മുഴുവൻ ഇരുണ്ടതായിരിക്കും. എന്നാൽ നിന്നിലുള്ള വെളിച്ചം ഇരുട്ടായാൽ ഇരുട്ട് എത്ര വലിയത്. അടുത്ത വാക്യം പറയുന്നത് 2 യജമാനന്മാരെ സേവിപ്പാൻ ആർക്കും കഴിയില്ല. നമുക്ക് വ്യവസ്ഥ അനുസരിച്ച് ജീവിച്ചാൽ സംഭവിക്കുന്നത് ലോകത്തുനിന്ന് വരുന്ന ഇരുളും നമ്മളെ ബാധിക്കും. കാരണം താൽക്കാലികമായ ആശ്വാസങ്ങൾ മാത്രമേ വെളിച്ചം നമുക്ക് തരുള്ളൂ. എന്നാൽ നമ്മുടെ കണ്ണ് സ്വർഗത്തിലേക്കാണ് ഉയർത്തപ്പെടുന്നതെങ്കിൽ, ക്രിസ്തുവിന്റെ ജീവനാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ, ആ വെളിച്ചമാണ് നമ്മൾ വ്യാപരിക്കുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും അണഞ്ഞു പോവില്ല. നമ്മൾ എപ്പോഴും വെളിച്ചമായി കത്തിക്കൊണ്ടിരിക്കും. അതേസമയത്ത് ലോകത്തിന്റെ ആശ്രയത്വത്തിലേക്ക് നമ്മൾ നോക്കി കഴിയുമ്പോൾ നമ്മുടെ വെളിച്ചം എന്തായി മാറും? ഇരുളായി മാറും. കാരണം ലോകത്തിലുള്ള അതേ ഇരുള് നമ്മുടെ കണ്ണുകളിൽ നിന്ന് വ്യാപരിക്കും. അപ്പൊ നമ്മളിൽ പോലും ഇരുളാണെങ്കിൽ ആ ലോകത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? കാരണം ലോകത്തിൽ ആകെ ലൈറ്റ്സ് ആയിട്ട് നമ്മളെ കാണുള്ളൂ. അപ്പൊ നമ്മളിൽ വസിക്കുന്ന ഈ വെളിച്ചം തന്നെ ഇരുളായി പോയാൽ, കണ്ണ് കേടുള്ളതായതുകൊണ്ട്, ഉയരത്തിലേക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട്, ഭൂമിയിലെ വ്യവസ്ഥകളിലേക്ക് നോക്കുന്നുണ്ട്, മനുഷ്യന്റെ ശക്തിയിലേക്ക് നോക്കുന്നതുകൊണ്ട് കണ്ണ് ബലഹീനമായി പോയാൽ, കണ്ണിന് മുകളിലേക്ക് ഉയർത്താൻ പറ്റാത്ത അവസ്ഥ വന്നാൽ, അവിടെ വായിക്കാൻ നമുക്ക് മനസ്സിലാകുന്ന മാമോനെ നോക്കിയാൽ, ഉപജീവന ചിന്തകളാൽ കലങ്ങിപ്പോയാൽ, ഈ ലോകത്തിന്റെ ആശ്രയത്വത്തിലേക്ക് നമ്മൾ വലിച്ചു നീക്കപ്പെട്ടാൽ, നമ്മളിലുള്ള ആ അന്ധകാരം ഈ ഭൂമിയെ മുഴുവൻ അന്ധകാരത്തിലാക്കുന്നു. കാരണം കർത്താവ് വെച്ചിരിക്കുന്ന ലൈറ്റ് സോഴ്സസ് വർക്ക് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകുന്നത് നമ്മുടെ ദൃഷ്ടി പ്രശ്നമായതുകൊണ്ടാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, കണ്ണ് ചുവള്ളതല്ല, ഉയരത്തിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, ഭൂമിയിലെ ആശ്രയത്തിലേക്കാണ് പെട്ടെന്ന് കണ്ണ് ചെല്ലുന്നതെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന വെളിച്ചമായിരിക്കില്ല. കാരണം ആ ക്രിസ്തുവിലല്ലാതെ വെളിയിൽ ജീവന്റെ യാതൊരു ഉറവിടവുമില്ല. അപ്പം സഭകൾ, വിശ്വാസികൾ പതുക്കെ പതുക്കെ ലോകത്തെ ആശ്രയിച്ചു തുടങ്ങുമ്പോൾ, ലോകത്തിന്റെ വ്യവസ്ഥകൾ, ലോകത്തിന്റെ ആദ്യപാഠങ്ങൾ, അതിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ചെല്ലുമ്പോൾ, മനുഷ്യരുടെ അംഗീകാരം, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തുമ്പോൾ, സഹോദരങ്ങളെ, വി ആർ പുട്ടിങ് ഔട്ട് ദ ലൈറ്റ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വെളിച്ചത്തെ നമ്മൾ അണച്ചു കളയുകയാണ്. നമ്മളിലുള്ള ഇരുട്ട് ലോകത്തെ മുഴുവൻ ഇരുട്ടിലാക്കും. അതുകൊണ്ടാണ് അതിന് താഴോട്ടുള്ള വാക്യങ്ങളിൽ പറയുന്നത്, 2 യജമാനന്മാരെ സേവിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത്. പിന്നെയും ഒരു അതുകൊണ്ടുണ്ട് 25-ാം വാക്യത്തില്. അവിടെയാണ് അതുകൊണ്ടെന്നുള്ള വാക്പ്രയോഗം ഉള്ളത്. 25. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് വിചാരപ്പെടരുത്. അങ്ങനെ വിചാരപ്പെട്ടാൽ നമ്മളൊരു ലോകത്തിന്റെ വ്യവസ്ഥയിലേക്ക് നമ്മുടെ ദൃഷ്ടിയെ തിരിക്കാനിടവരും. അപ്പൊ വിചാരപ്പെടുന്നതിൽ നിന്നും, നാളെക്കുറിച്ചുള്ള നമ്മുടെ വെപ്രാളത്തിൽ നിന്നും, ഈവൻ മിനിസ്ട്രിയെ കുറിച്ചാണെങ്കിൽ പോലും, ഞാൻ അഭിമുഖീകരിച്ചിട്ടുള്ള ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് മിനിസ്ട്രിയെ സംബന്ധിച്ചാണ്. അവിടെയെല്ലാം ഈ ലോകത്തിന്റെ ആ ഒരു വ്യവസ്ഥയിലേക്ക് നമ്മൾ നോക്കി. ആളുകളുടെ അംഗീകാരം, ബ്രാൻഡ് വാല്യൂ, മിനിസ്റ്റേഴ്സിനൊക്കെ നല്ല ബ്രാൻഡ് വാല്യൂ ആണ്. ഇപ്പം പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ ഇരുന്ന് പറയുന്നതിനേക്കാളും നല്ല കാര്യങ്ങൾ അധികം ആരും അറിയാത്ത ഒരാൾ പറയുമ്പോൾ അതിന് ആ ഇമ്പാക്ട് കുറവാണ്. കാരണം മനുഷ്യർ എപ്പോഴും നോക്കുന്നത് ഈ ഇമ്പാക്റ്റ് ആണ്, വചനമല്ല. ഇപ്പൊ ലോകത്തിന്റെ ഒരു സ്റ്റാൻഡേർഡ് ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത്. അപ്പൊ നമ്മളിലുള്ള വെളിച്ചം ഇരുട്ടായി പോയാൽ ആ ഇരുട്ട് എത്ര വലിയത്. അപ്പം കർത്താവിന്റെ വെളിച്ചം, ഈ വെളിച്ചം എന്ന് പറയുമ്പോഴും വചനം എന്ന് പറയുമ്പോഴെല്ലാം അതിൽ നിന്നെല്ലാം നമുക്ക് ഇൻഫർ ചെയ്യാവുന്ന ചില കമാൻഡ്മെന്റ്സ് ഉണ്ട്. ഉദാഹരണത്തിന്, യേശു ക്രിസ്തു ദൈവത്തിന്റെ വചനമാണ്. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന ഒരു കമാൻഡ് ഉണ്ട്. എന്താ അത്? യോഹന്നാൻ സ്നാപകനെ കുറിച്ച് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. യോഹന്നാൻ സ്നാപകൻ എന്താ പറഞ്ഞേ? ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദമാണ്. ആരാണ് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നത്? കർത്താവ്.
കർത്താവിന്റെ ശബ്ദമാണ് ഞാൻ. വോയിസ്. ഇപ്പൊ വചനം കർത്താവാണെങ്കിൽ നമ്മൾ ആരാണ്? ആ വചനം ഡിക്ലെയർ ചെയ്യുന്ന ശബ്ദങ്ങളാണ്. ദാറ്റ്സ് എ കമാൻഡ്. ഇപ്പൊ നമ്മൾ എന്താ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ ശബ്ദം, ദൈവത്തിന്റെ ശബ്ദം. ദൈവം കർത്താവ് വചനമാണെങ്കിൽ അവന്റെ ശബ്ദം. അതാണ് നമ്മളോട്. അപ്പൊ നമ്മളെപ്പോഴും ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും എല്ലാം ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിന്റെ ശബ്ദം. ഐ ആം ദ വോയിസ് ഓഫ് ദ ലോർഡ്. ബാക്കിയൊന്നുമില്ല. ഐഡന്റിറ്റി, നോ അതർ ഐഡന്റിറ്റി. അത് വലിയ കാര്യമില്ല. അപ്പൊ വചനത്തെ പ്രസിദ്ധമാക്കുക, നമ്മുടെ ജീവിതം കൊണ്ടും വാക്കുകൾ കൊണ്ടും അവന്റെ വചനത്തെ പ്രസിദ്ധമാക്കുന്ന വെളിച്ചം എന്ന് പറയുമ്പോൾ പുറകെ കർത്താവ് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. നമ്മൾ ആ റിഫ്ലക്റ്റിംഗ് ലൈറ്റ്സ്, കർത്താവിൽ നിന്ന് പ്രതിഫലിപ്പിക്കുന്ന വെളിച്ചം. വേറൊരു സോഴ്സിലേക്ക് നോക്കിയാലും നമ്മൾ അന്ധകാരം മാത്രമേ വ്യാപരിക്കൂ. കർത്താവിലേക്ക് നോക്കുമ്പോൾ മാത്രമാണ് സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്നത്, ലോകത്തെ മുഴുവൻ പ്രകാശിപ്പിക്കുന്ന വെളിച്ചം നമ്മളിൽ നിന്ന് പ്രതിഫലിക്കുകയുള്ളൂ. അപ്പൊ ഇതിൽ ഓരോന്നിനകത്തും ഓരോ കമാൻഡ്മെന്റ് ഉണ്ട്. ബി ലൈറ്റ്സ് ഓഫ് ദ വേൾഡ് എന്നാണ് കർത്താവ് വെളിച്ചമാവെന്ന് പറയുന്നതിന് നമ്മൾ ഇൻഫർ ചെയ്യുന്ന കമാൻഡ്. ഓക്കെ, ഇനി യോഹന്നാനെ കുറിച്ച് പറയാണ്. യോഹന്നാൻ, there was a man sent from God whose name was John. യോഹന്നാൻ എന്നൊരു പേരായ മനുഷ്യനെ ദൈവം അയച്ചു. He came as അവനൊരു സാക്ഷിയായിട്ടാണ് വന്നത്. എന്തിനാണ് സാക്ഷ്യം വഹിച്ചത്? വെളിച്ചം വരാൻ പോകുന്ന എന്നൊരു സാക്ഷ്യമാണ്. അതൊരു വാണിംഗ് ആണ്. നമ്മൾ നല്ല രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതെന്ന് പറയുന്ന ലൈറ്റ് ഓൺ ആവുന്ന, പ്രത്യേകിച്ച് നിങ്ങൾ ക്ഷീണിച്ച് കിടക്കുമ്പോൾ ആരെങ്കിലും വന്ന് ലൈറ്റ് ഓൺ ചെയ്യാൻ പോവുകയാണെങ്കിൽ, വുഡ് യു ലൈക്ക് ടു ഹാവ് എ വാർണിംഗ് ബിഫോർ ദാറ്റ്? ലൈറ്റ് ഓൺ ചെയ്യാൻ പോകട്ടോ എന്നൊരു വാർണിംഗ് തരുന്ന ഇഷ്ടമാണോ, അതോ പെട്ടെന്ന് ഒന്ന് ലൈറ്റ് ആയിട്ട് ഓൺ ചെയ്യുന്നതാണോ നല്ലത്? യു വുഡ് ലൈക്ക് ടു ഹാവ് എ വാർണിംഗ് അല്ലേ? നമുക്കൊരു മുന്നറിയിപ്പ് ലഭിക്കുന്ന നല്ലതല്ലേ? ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഉറങ്ങി കിടക്കുന്ന ഒരാളുടെ റൂമിലോട്ട് എനിക്ക് ഞാനൊന്ന് ലൈറ്റ് ഓൺ ചെയ്യുവാണേ എന്ന് പറയുന്നത് എന്തിനാ? ബി പ്രിപ്പയർഡ്, ദിസ് ലൈറ്റ് ക്യാൻ ബ്ലൈൻഡ് യു ഫോർ എ മൊമെന്റ്. അതല്ലേ പറയുന്നത്? അപ്പൊ ഒരു മുന്നറിയിപ്പാണ്. വെളിച്ചത്തിന് സാക്ഷ്യം, വെളിച്ചം വരാൻ പോകുന്നു. പ്രിപ്പയർ, മാനസാന്തരപ്പെടുക. നിങ്ങൾ ഈ അവസ്ഥയിൽ, ഉറക്കത്തിന്റെ അവസ്ഥയിൽ അവനെ നേരിടാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം അവൻ ആത്മാവിനെ നൽകാനും നിങ്ങളെ ന്യായം വിധിക്കാനും അധികാരമുള്ളവനാണ്. അതുകൊണ്ട് അവൻ വരുമ്പോഴേക്കും നിങ്ങളുടെ കണ്ണുകൾ റെഡിയാകുക, മാനസാന്തരപ്പെടുക. ദൈവരാജ്യം വരുമ്പോൾ അത് സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള മാനസാന്തരം നിങ്ങൾ ലഭിക്കുക. അപ്പൊ അതാണ് യോഹന്നാൻ പറഞ്ഞു വരുന്നത്. വിറ്റ്നസിംഗ് ആണ്. വിറ്റ്നസിംഗ് ദ ട്രൂ ലൈറ്റ്. യഥാർത്ഥ വെളിച്ചം വരുമ്പോൾ ആ വെളിച്ചത്തെ നേരിടുവാൻ മാനസാന്തരപ്പെടുന്ന ഹൃദയങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ദൈവരാജ്യത്തെ സ്വീകരിക്കാനുള്ള മാനസാന്തരം എന്ന ഒരുക്കത്തെ കുറിച്ചാണ് യോഹന്നാൻ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത്. ഹി ബോർ വിറ്റ്നസ് ടു ദ ലൈറ്റ്. അവൻ വെളിച്ചത്തിന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. എന്തിനു വന്നു? അവൻ പറഞ്ഞത് എല്ലാ പ്രസംഗകരുടെയും ആഗ്രഹം, എല്ലാ ശുശ്രൂഷകരും ആഗ്രഹിക്കുന്ന അവരുടെ പ്രസംഗങ്ങളിലൂടെ ആളുകൾ കർത്താവിന്റെ അടുത്തേക്ക് വരണമെന്നാണ്. ഇനി അങ്ങനെ അല്ലാത്ത ആഗ്രഹങ്ങളുള്ളവരും ഉണ്ട്. അങ്ങനെ അല്ലാത്ത ആഗ്രഹങ്ങളുള്ളവർ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കാം: ഇത്രയും പ്രസംഗം, എന്റെ പ്രസംഗം എല്ലാവരും നല്ലപോലെ ഇഷ്ടപ്പെട്ടിട്ട് അവരെല്ലാം എന്റെ ചുറ്റും കൂടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാകാം. പക്ഷെ യോഹന്നാൻ അങ്ങനെ അതിനുവേണ്ടി ആയിരുന്നില്ല നടന്നത്. യോഹന്നാൻ കുറയാൻ നടന്നയാളാണ്. അപ്പൊ യോഹന്നാനെ കുറിച്ച് ഒരു വലിയ സംശയം ഉണ്ടാവും. ഈ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാനേക്കാളും വലിയവനാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ യോഹന്നാൻ ദൈവരാജ്യത്തിൽ ഇല്ലായിരുന്നോ എന്നൊരു സംശയം. സ്ത്രീകളും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനായി ആരും ഇല്ല എന്നും കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരിക്കും യോഹന്നാനെ നമ്മൾ ഇത്രയും അവനോ വളരണം ഞാനോ കുറയണോ എന്നൊക്കെ പറഞ്ഞ് ഇത്രയും കാര്യമായിട്ട് ജീവന്റെ സാക്ഷ്യം പറഞ്ഞ ഒരാള് അവസാനം ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനേക്കാളും ചെറിയവനായിട്ട് തീർന്നു. നമുക്കതിന് പല രീതിയിൽ ആ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതിന്റെ വ്യാഖ്യാനം ഇങ്ങനെയാണ്: ദൈവരാജ്യം വരാൻ പോകുന്നു എന്നാണ് യോഹന്നാൻ പറയുന്നത്. പഴയ നിയമത്തിലെ അവസാനത്തെ ശുശ്രൂഷകനാണ് യോഹന്നാൻ.
എന്നാൽ ദൈവരാജ്യം അതിന്റെ ശക്തിയോടെ വരുന്നത് യോഹന്നാൻ കാണുന്നില്ല. ക്രിസ്തുവിന്റെ ജീവൻ ആത്മാവിനാൽ പ്രാപിച്ച്, വാഗ്ദത്തം പ്രാപിച്ച ആത്മാവിൽ ജീവിക്കുന്ന, ദൈവരാജ്യം അനുഭവിക്കുന്ന ഒരു കുട്ടി, ലീസ്റ്റ് അവന് പോലും ലഭിക്കുന്ന ആ ജീവിക്കാനുള്ള പവർ, ഉയരത്തിൽ നിന്നുള്ള ദാനം പഴയ നിയമത്തിലെ ഏത് വിശുദ്ധനേക്കാളും, കാരണം അവർ അനുഗമിച്ചത് നിഴലിനെയാണ്. അപ്പോൾ പഴയ നിയമത്തിലുള്ള ഏത് വിശുദ്ധനേക്കാളും, സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായ യോഹന്നാനേക്കാളും ആത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുന്ന, അതായത് ജീവനായി വ്യാപരിക്കുന്ന, ഈ പഴയകാലത്തെ പ്രവാചകന്മാർക്കും രാജാക്കന്മാർക്കും ഒക്കെ ആത്മാവിന്റെ അതാത് കാലഘട്ടത്തിന്റെ അഭിഷേകം ഉണ്ടായിരുന്നു. അതൊക്കെ ക്രിസ്തുവിന്റെ ഏക അഭിഷേകത്തിന്റെ മുന്നോടികളായിരുന്നു. ഓക്കെ, അപ്പോൾ അതുപോലെ യോഹന്നാൻ അഭിഷിക്തനായിരുന്നു, പ്രവാചകനായിരുന്നു, ക്രിസ്തുവിന് മുന്നൊരുക്കാൻ വന്നവനായിരുന്നു. പക്ഷെ ആത്മാവ് ഉള്ളിൽ ജീവനായി മാറുന്ന ഒരു കൊച്ചു കുഞ്ഞിനേക്കാളും ഈ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും ശ്രേഷ്ഠനായവനും ദൈവത്തിന് മുൻപിൽ ചെറിയവൻ തന്നെയാണ്. അതിനർത്ഥം യോഹന്നാൻ പോക്കായി എന്നൊന്നുമല്ല. അങ്ങനെയാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഓക്കെ, പഴയ നിയമത്തിലെ വിശുദ്ധന്മാർ നമ്മളെക്കാൾ വിശ്വാസം കാണിച്ച്, അല്ലെ, നമ്മൾക്ക് എന്ത് വിശ്വാസം ഉള്ളത് ശരിക്കും പറഞ്ഞ പ്രാക്ടിക്കലി നോക്കിക്കഴിഞ്ഞാൽ. ഓൾഡ് ടെസ്റ്റമെന്റ് രക്ഷാകരമായ വിശ്വാസം എന്നുള്ളത് മാറ്റി നിർത്തും. നമ്മൾ ഈ പ്രാക്ടിക്കൽ ഡെയിലി ലിവിങ്ങിൽ നമ്മൾ കാണിക്കുന്ന വിശ്വാസം അവർ കാണിച്ച വിശ്വാസം നോക്കുമ്പോൾ ഒന്നുമല്ല. പക്ഷെ ജീവൻ അനുഭവിക്കുന്ന കാര്യത്തിൽ അവർക്ക് ലഭിക്കാത്ത ഒരു പ്രിവിലേജ് ആണ്. എബ്രായ ലേഖനം പറയുന്ന പോലെ നാം അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒന്ന് പ്രാപിക്കാൻ വേണ്ടിയത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ കർത്തൃത്വത്തെ ഹൃദയത്തിൽ ആത്മാവിൽ സ്വീകരിക്കാനുള്ള ആ ഒരു തടസ്സം, റെസിസ്റ്റൻസ് യോഹന്നാനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ശിഷ്യന്മാരെ പിന്നീട് വിട്ടത്. It doesn't mean that John is condemned to hell. അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത്. It's not the way the Bible works. Okay. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് he was not the light. അവൻ വെളിച്ചമായിരുന്നില്ല. വെളിച്ചം പ്രതിഫലിപ്പിക്കുന്ന ഒരാൾ പോലും ആയിരുന്നില്ല. വെളിച്ചം വരാൻ പോകുന്നതെന്ന് സാക്ഷ്യം പറഞ്ഞ ആളായിരുന്നു. He is obviously limited because he could not reflect that light. He could only testify. വിറ്റ്നസ് ചെയ്യാൻ മാത്രമേ പറ്റുമായിരുന്നു. നമ്മളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ തെരഞ്ഞെടുക്കുമ്പോൾ കർത്താവിന് ഒരുപക്ഷെ വലിയ വേദന ഉണ്ടായിരുന്നിരിക്കാം. സ്ത്രീകളിൽ ജനിച്ച ഏറ്റവും വലിയവനായ യോഹന്നാൻ ആ കൂട്ടത്തിൽ. നിങ്ങൾ എത്ര ഉന്നത കുലത്തിൽ ജനിച്ചാലും, എത്ര ഭയങ്കര നല്ലവനായാലും, ലോകത്തിലെ ഏറ്റവും വലിയ നീതിമാനായാലും, സഹോദരങ്ങളെ ആത്മാവില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഉള്ളവരല്ല. എന്നാൽ പഴയ നിയമത്തിലെ വിശുദ്ധന്മാരെല്ലാം അവകാശം പ്രാപിക്കുന്നത് അവരിൽ ദൈവം മുന്നമേ നിക്ഷേപിച്ച ആ നിഴലിനെ നോക്കി ക്രിസ്തുവിന്റെ പൊരുളിന്റെ കൃപകൾ അനുഭവിക്കാൻ അവർക്ക് ലഭിച്ച പ്രത്യേക കൃപയാലാണ്. നമ്മൾ അവരോട് കൂടെ തന്നെ ആയിരിക്കാം തേജസ്കരണം പ്രാപിക്കുന്നത്. പക്ഷെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ അവർക്ക് ഈ ദൈവരാജ്യത്തിന്റെ ശക്തിയോടെയുള്ള ആ ആസ്വാദനം ഉണ്ടായിരുന്നില്ല, നമുക്കുണ്ടായിരുന്ന പോലെ. ഓക്കെ, അപ്പം വിറ്റ്നസിങ്, സാക്ഷ്യം വഹിക്കുക, വെളിച്ചത്തിന് സാക്ഷ്യം വഹിക്കുക. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ പ്രത്യേകത, നമുക്ക് വേണ്ടി 2-3 വർഷം തീർക്കാം, ഇങ്ങനെ പോകും, തീരില്ല. നമ്മൾ നേരത്തെ കൊരിന്ത്യർ ലേഖനം വായിച്ചപ്പം കുറെ നറേഷൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് ഇത് യോഹന്നാന്റെ സുവിശേഷം നമ്മൾ എത്ര ധ്യാനിച്ചാലും ഇതിങ്ങനെ നിങ്ങളും കൂടെ ഇതിനകത്ത് കൂടാൻ പറ്റുമായിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് ബീൻ റിച്ചർ. ഞാൻ ഒരാൾ പറയുന്നുണ്ട്, ഇപ്പൊ ഓരോരുത്തരും ഇതിനകത്ത് വായിച്ച് ആ ഒരു സിംഗിൾ ലൈൻ മെഡിറ്റേഷൻ നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി വെരി റിച്ച്. യു ക്യാൻ തിങ്ക് അബൌട്ട് റൈറ്റിംഗ് ഡിവോഷൻസ്. ഇപ്പൊ ഈ കണ്ടതിനകത്ത് തന്നെ നമുക്ക് എത്രയോ കാര്യങ്ങൾ നമുക്ക് പിന്നെയും മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോരുത്തർക്കും അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വേർഡ് ഓഫ് ഗോഡ് അത് ഭയങ്കര റിച്ച് ആയിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരു പുസ്തകമാണ് യോഹന്നാന്റെ സുവിശേഷം. ക്രിസ്തുവിന്റെ വചനങ്ങൾ പ്രത്യേകിച്ചും വെരി ഡീപ്പ്. നമുക്ക് ഇതിനകത്ത് എത്ര വർഷങ്ങൾ വേണമെങ്കിലും ഇങ്ങനെ സംസാരിച്ചു പോവാം. നമുക്ക് ധൃതിയൊന്നുമില്ല. നമുക്ക് കർത്താവ് വരുന്ന ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ ധൃതി ഉണ്ടാകേണ്ട കാര്യമുള്ളൂ. ബാക്കി ഒരു കാര്യത്തിൽ നമുക്കൊരു ധൃതിയും ഉണ്ടാകേണ്ട കാര്യമില്ല. നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഇത്രയും പഠിച്ചു തീർത്തോളാം എന്ന് വാഗ്ദത്വമൊന്നുമില്ല.
വാക്ക് പറയേണ്ട കാര്യമൊന്നും. The only thing is that we are rushing towards that glory. അത് മാത്രമേ നമുക്ക് തിടുക്കം ഉണ്ടാകാവൂ. ബാക്കിയുള്ളതിനകത്തൊന്നും ഒരു തിടുക്കത്തിൽ വലിയ കാര്യമൊന്നുമില്ല. സോ യു വിൽ ഗോ സ്ലോ. അതായിരിക്കും നല്ലത്. ഓരോ ദിവസവും ദൈവം നമുക്ക് തരുന്ന നിയോഗങ്ങൾ, നമുക്ക് തരുന്ന പ്രകാശനങ്ങൾ ഓരോ ദിവസവും നമുക്ക് ജീവിക്കാനുള്ള ശക്തിയായിട്ട് മാറാൻ വേണ്ടിയാണ്. എനിക്ക് ആദ്യം ഒരു പ്രലോഭനം ഉണ്ടായിരുന്നു. ഈ ലോക്ക്ഡൌൺ പീരീഡ് തീരുമ്പോഴേക്കും ലേഖനങ്ങളെല്ലാം കമന്ററി ആയിട്ട് പൂർത്തിയാക്കണം. പിന്നെ ഞാൻ നോക്കിയപ്പം അങ്ങനെയൊന്നും ടാർഗറ്റ് വെക്കാനുള്ള എന്താ പറയുന്നത് ഒരു നിയോഗമൊന്നും ശരിയല്ല അത്. ശരി, കാരണം ഇന്ന് എന്തെന്നുള്ളത് മാത്രം ഞാൻ അന്വേഷിക്കേണ്ട കാര്യമുള്ളൂ. Don't have to look what will happen in the month of December. No need to look at that. നമ്മൾ അങ്ങോട്ട് നോക്കുന്നില്ല. We are looking only at the scripture. Okay. He was not the light. He came to bear witness to the light. അതൊരു വാണിംഗ് ആയിരുന്നു. എല്ലാവരും കണ്ണു തുറക്ക്, മാനസാന്തരപ്പെടുക എന്ന് പറയുന്ന ഒരു വാണിംഗ് ആയിരുന്നു. 9-ാം വാക്യം. The true light. ഈ ട്രൂ എന്ന വാക്ക്, ഇതാണ് യോഹന്നാന്റെ സുവിശേഷം നമ്മളെ നിർത്തുന്നത്, പിടിച്ചു നിർത്തുന്നത്. എന്താണ് ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞത്? ട്രൂ എന്നുള്ളത് എപ്പോഴും നമ്മൾ വ്യാഖ്യാനിക്കുന്നത് ട്രൂത്ത് ആസ് ഓപ്പോസിറ്റ് ടു ഫാൾസ് എന്നാണ്. അസത്യത്തിനെതിരെയുള്ള ഒരു വിപരീത പദമാണ് സത്യം എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു ട്രൂത്ത് എന്ന വാക്ക് ശരിക്കും ഉദ്ദേശിക്കുന്നത് അസത്യമല്ലാത്തതെന്ന് മാത്രമല്ല, നിത്യമായതൊന്നും കൂടെയാണ്. ട്രൂത്ത് എന്ന് പറഞ്ഞാൽ അൺചേഞ്ചബിൾ എന്നൊരു വാക്ക് അതിന്റെ കൂടെ ഉണ്ട്. അലീത്യ എന്ന് ഗ്രീക്കിൽ പറയുമ്പോൾ അതിന്റെ അർത്ഥം ശാശ്വതമായത്, പെർമനന്റ് ആയത്, മാറ്റാൻ പറ്റാത്തത്. അതിനാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. പണ്ട് ഞാൻ ഏതോ ഒരു പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, കറക്റ്റ്നെസ്സും ട്രൂത്തും രണ്ടും രണ്ടാണ്. കറക്റ്റ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ചേഞ്ച് അക്കോർഡിംഗ് ടു സർക്കംസ്റ്റാൻസസ്. ഒരു സ്ഥലത്ത് കറക്റ്റ് ആയിട്ടുള്ള വേറെ സ്ഥലത്ത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇപ്പം നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയം ഒരു സ്ഥലത്ത് പ്രോപ്പർ ആയിരിക്കാം, എന്നാൽ വേറൊരു സ്ഥലത്ത് അത് കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എന്നാൽ ട്രൂത്ത് എന്ന് പറയുന്നത് സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാത്ത പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സാഹചര്യങ്ങൾ അനുസരിച്ച് മാറാത്ത പെർമനന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ട്രൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ ട്രൂ ലൈറ്റ് എന്ന് പറഞ്ഞാൽ പെർമനന്റ് ലൈറ്റ് ആണ്. ആ പെർമനന്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു സാഹചര്യങ്ങളിലും മാറ്റം വരാത്തതും എപ്പോഴും നിലനിൽക്കുന്നതുമായ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ദാറ്റ് മീൻസ് എറ്റേണിറ്റി ഈസ് കമ്മിങ് ടു ടൈം. നിത്യത എങ്ങോട്ട് വരികയാണ്? ഒരു മനുഷ്യന്റെ രൂപത്തിൽ. വചനം ഒരു മനുഷ്യന്റെ രൂപത്തിൽ, ഇറ്റേണൽ ഗോഡ് കമ്മിങ് ടു ഫൈനൈറ്റ്നെസ്. ഒരു നിശ്ചിതമായ ഒരു വ്യക്തിയിലേക്ക്, സമയത്താൽ നിയന്ത്രിക്കപ്പെടുന്ന ലോക്കസ്, അതായത് ഒരു പ്രത്യേക ലൊക്കേഷനിലുള്ള ഒരു വ്യക്തിയിലേക്ക് നിത്യത ഇറങ്ങി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ട്രൂ ലൈറ്റ് കമ്മിങ് ടു ദ വേൾഡ്. ലോകത്തിലേക്ക് വന്നത് എന്താണ് വന്നത്? ആരാണ് വന്നത്? ട്രൂത്ത് ആണ് വന്നത്. ട്രൂ ലൈറ്റ് ആണ്. ഒരിക്കലും മാറാത്ത വെളിച്ചം, ഒരിക്കലും മാറ്റം വരാൻ പറ്റാത്ത വെളിച്ചമാണ് ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ വെളിച്ചം ലോകത്തിലേക്ക് വന്നപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യോഹന്നാന്റെ വാണിങ് ശരിക്കും റിയൽ ആയിരുന്നു പറയാൻ കാരണം, ഈ ഇരുട്ടത്തിരിക്കുന്ന ജനത്തിന് വെളിച്ചം ഡിസ്റ്റർബൻസ് ആണ്. അവർക്കത് സ്വീകരിക്കാൻ പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ ഇരുട്ടത്തിരിക്കുന്ന ജനത്തിന് വെളിച്ചം ഒരു അസ്വസ്ഥതയായിരുന്നു. കാരണം ഈ വെളിച്ചം, ട്രൂ ലൈറ്റ് വന്ന് എക്സ്പോസ് ചെയ്യുന്നത് അവര് വെളിയിൽ ചെയ്തുകൊണ്ടിരുന്ന പാപങ്ങളെയല്ല, അവരുടെ ഹൃദയങ്ങൾക്കകത്തുണ്ടായിരുന്ന പാപങ്ങളെയാണ്. അത് ഭയങ്കരമായ ഒരു വേദനയിലേക്കാണ് അവരെ നയിച്ചത്. ഓടി ഒളിക്കാൻ അവർക്ക് തോന്നി. കാരണം they were exposed before the Lord. Everything to speak to them, they were exposed. ആ ലൈറ്റ് അവരെ അകത്തുള്ള രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവന്നു. ഈ അകത്തുള്ള രഹസ്യങ്ങളെ പുറത്തു കൊണ്ടുവരുന്ന വെളിച്ചം, ഇൻവേസീവ് ലൈറ്റ്, ഇൻവേഡിങ് ഇൻടു us, നമ്മുടെ അകത്തേക്ക് വരുന്ന വെളിച്ചം, നമ്മുടെ അകത്തുള്ള രഹസ്യങ്ങളെ വെളിയിൽ കൊണ്ടുവരുന്ന വെളിച്ചം, അതാണ് ലോകത്തിലേക്ക് വന്നത്. അപ്പൊ സാധാരണഗതിയിൽ ലൈറ്റ് എന്ന് പറയുന്നത് ബാഹ്യമാണ്, പെർമനന്റ് അല്ല, ഇറ്റേണൽ അല്ല. ബാഹ്യമാണ്, താൽക്കാലികം.
അപ്പൊ ഇരുട്ടത്ത് ഒരു ലൈറ്റ് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പുറമേയുള്ള മനുഷ്യനെ മാത്രമേ അസഹ്യപ്പെടുന്നു. എന്നാൽ കർത്താവിന്റെ വെളിച്ചം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഇൻവേസീവ്. ട്രൂ ലൈറ്റ്, ഇറ്റേണൽ ലൈറ്റ് വാസ് ഇൻവേസീവ്, ഗെറ്റിംഗ് ഇൻ ടു മീ, അകത്തേക്ക് അടിക്കുന്ന ലൈറ്റ്. യെശയ്യാവിന് അടിച്ചത്, യോബിന് വന്നത്, ഇതെല്ലാം കർത്താവിന്റെ വെളിച്ചത്തിന് മുമ്പിലുള്ള എക്സ്പോഷർ. ആദമിന് കിട്ടിയത് തകർത്ത് കളയുന്ന, നമ്മെ ബലഹീനരാക്കി മാറ്റുന്ന, സ്വയം പുകഴാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മെ ബ്രേക്ക് ചെയ്യുന്ന വെളിച്ചം. എന്റെ നീതിമാൻ എന്ന അവകാശവാദങ്ങളെ പൊളിക്കുന്ന വെളിച്ചം. ആ വെളിച്ചമാണ് ലോകത്തിലേക്ക്. അപ്പൊ വെളിച്ചം എന്നത് നമ്മൾ എപ്പോഴും ജീവനുമായിട്ട് ബന്ധിപ്പിച്ചേ ചിന്തിക്കുക. കാരണം മനുഷ്യരുടെ വെളിച്ചമായ ജീവനെ കുറിച്ച് ഇവിടെ പറഞ്ഞു വരുന്നത് അല്ല, വെറുതെ വെളിച്ചം എന്ന് പറയുന്നത്. വെളിച്ചത്തിനകത്ത് എന്തുണ്ട്? ജീവനാണ്. ജീവൻ അത് മനുഷ്യരെ, ഇരുട്ടത്തിരിക്കുന്നവരെ പ്രകാശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇരുട്ടത്തിരിക്കുന്നവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിൽ ഇരുന്ന ഒരു സാധനമല്ല, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ദേ വർ എക്സ്പോസ്ഡ് ആൻഡ് ദേ ഹേറ്റഡ് ദാറ്റ് ലൈറ്റ്. അവരെ വെളിച്ചത്തെ വെറുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അപ്പോൾ ട്രൂ ലൈറ്റ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ബീങ് എ കറക്റ്റ് ലൈറ്റ്. നോ, ഇറ്റ്സ് നോട്ട് കറക്റ്റ് ലൈറ്റ്. ട്രൂ ലൈറ്റ് മീൻസ് എ ലൈറ്റ് ദാറ്റ് കനോട്ട് ചേഞ്ച്, എ പെർമനന്റ് ലൈറ്റ് ഹൗസ്. അതിനൊരു മാറ്റവും സാഹചര്യങ്ങൾ അനുസരിച്ച് വരില്ല. ദാറ്റ് ഓൾവേസ് ഗിവ് us the same light irrespective of circumstance. നമ്മൾ പലപ്പോഴും ബൈബിൾ വായിക്കുമ്പം പഠിക്കുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, അത് ബ്രദർ അതിന്റെ പശ്ചാത്തലം കൂടെ മനസ്സിലാക്കിയാലേ അതിന്റെ അർത്ഥം ശരിക്കും പിടികിട്ടുകയുള്ളൂ. ഒരു മിനിറ്റ്. ഓക്കെ, അപ്പം എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചം, ഇൻവേസീവ് ആയിട്ടുള്ള വെളിച്ചം, ഏത് നീതിമാനെയും പൊളിക്കുന്ന വെളിച്ചം. പ്രിയ സഹോദരനെ, നമ്മൾ പലപ്പോഴും ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇപ്പോഴും നീതിമാനാണെന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഹി വാസ് നോട്ട് എക്സ്പോസ്ഡ് ടു ദാറ്റ് ഇൻവേസീവ് ലൈറ്റ് എന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ 1994 നടന്നതാണത്. പിന്നീടും പലപ്പോഴും ഈ സ്വയമുള്ള നീതിയൊക്കെ കാണിക്കാനൊക്കെ നോക്കിയിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. കാരണം അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു ആർ എക്സ്പോസ്ഡ് യു കനോട്ട് സ്റ്റാൻഡ് ബിഫോർ ദ ലോർഡ് ക്ലെയിമിങ് യുവേഴ്സ് വിൽ ബി ജസ്റ്റിഫൈഡ്. നമ്മൾ സ്വയം നീതീകരിക്കുന്ന ഒരു അവസ്ഥയിൽ കർത്താവിന് മുമ്പിൽ ഒരിക്കലും നിൽക്കാൻ പറ്റില്ല. വൺസ് യു ആർ എക്സ്പോസ്ഡ് ബൈ ദാറ്റ് ലൈറ്റ്. അപ്പൊ ലോകത്തിൽ ഇത്രയും കഷ്ടപ്പെട്ട് നീതി ഉണ്ടാക്കിയ പരീശന്മാർക്ക് ശാസ്ത്രന്മാർക്കും ദഹിക്കുന്ന ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് അവർ എന്ത് ചെയ്തു? ഹി വാസ് ഇൻ ദ വേൾഡ് ആൻഡ് ദ വേൾഡ് വാസ് മെയ്ഡ് ത്രൂ ഹിം. അപ്പൊ നോക്കിയേ, ഇപ്പൊ ഒരു ഇത്തിരി കോൺട്രഡിക്ടറി ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് അവിടെ ഒരു പക്ഷെ ഇത്തിരി കോൺട്രഡിക്ടറി ആണെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് ഈ 6ാം വാക്യത്തിന്റെ എക്സ്പ്ലനേഷൻ. There was a man sent from God. Okay, 6ാം വാക്യം, സോറി 9ാം വാക്യം. The true light which gives light to everyone, എല്ലാവരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം, was coming into the world. അത് ഒരു വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിന്റെ ട്രാൻസ്ലേഷൻ. വന്നുകൊണ്ടിരുന്നു. വാസ് കമ്മിങ് എന്ന് പറയുമ്പോൾ വന്നുകൊണ്ടിരുന്നു, വന്നുകൊണ്ടിരിക്കുന്നല്ല, വന്നുകൊണ്ടിരുന്നു. ഓക്കെ, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇത് വന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഒരു കാര്യം നമുക്ക് പറഞ്ഞേ പറ്റുള്ളൂ, ഹി വാസ് ഇൻ ദ വേൾഡ്. അവൻ ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു, ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവന്റെ വെളിച്ചം, അവൻ വെളിപ്പെട്ടിരുന്നില്ല, വെളിച്ചം ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അവൻ വെളിച്ചമായി നമ്മളിലേക്ക് ജീവനായി വന്നില്ല. പലപ്പോഴും അവന്റെ വിശുദ്ധന്മാരെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. പല സമയത്തും ഈ ലോകം മുഴുവൻ ഉണ്ടാക്കിയ കർത്താവ് പലപ്പോഴും പഴയ നിയമത്തിൽ നമുക്ക് കാണാം, അവൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഇരിക്കുവായിരുന്നുള്ള അർത്ഥത്തിലല്ല. ഹിസ് പ്രസൻസ് വാസ് ഓൾവേസ് ഹിയർ. അവൻ ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ ലോകം മുഴുവൻ അവനെ ഉണ്ടാക്കിയതാണ്, അവൻ ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ
ഈ ലോകത്തിന് ഇവനെ തിരിച്ചറിയാൻ പറ്റിയില്ല. നോക്കിയാ വ്യത്യാസം എന്താണ്? കർത്താവ് ഈ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ലോകത്തിന് അവനെ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഹി വാസ് ഹിഡൻ ടു ദ സൈറ്റ് ഓഫ് മെൻ. അവൻ വെളിപ്പെടുത്തപ്പെട്ടിരുന്നില്ല. ക്രിസ്തു വെളിപ്പെട്ടിരുന്നില്ല. അപ്പൊ സത്യ വെളിച്ചം അപ്പൊ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് വെളിച്ചമാവുക, വെളിപ്പെടുക. ക്രൈസ്റ്റ് ഈസ് ഗോയിങ് ടു ബി റിവീൽഡ്. ഓക്കെ, ആ സിസ്റ്റം, ആ ആർഗ്യുമെന്റ് എങ്ങനെയാണ് പോകുന്നത് നോക്കി. എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ ലോകത്തിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല. പക്ഷെ ഇപ്പൊ അവൻ വെളിച്ചം ആയി ലോകത്തെ പ്രകാശിപ്പിക്കാനും അവനെ തന്നെ വെളിപ്പെടുത്താനുമായി വന്നുകൊണ്ടിരുന്നു. അപ്പൊ രണ്ടാമത്തെ കാര്യം ഇവിടെ ഇങ്ങനെയാണ് പറയുന്നത്. ആദ്യം ലോകം അവനെ അറിഞ്ഞില്ല, ബിക്കോസ് the world was in darkness and Christ did not reveal himself completely, perfectly. Okay, ഒക്കേഷണലി കർത്താവ് അവനെ തന്നെ വെളിപ്പെടുത്തി നമുക്ക് കാണാം, പക്ഷെ അത് ത്രൂ ഔട്ട് നമുക്ക് ഒരു ജീവൻ പകർത്തുന്ന ഒരു വെളിച്ചമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. എന്നിട്ട് രണ്ടാമത് പറയാണ്, ഈ വന്നുകൊണ്ടിരുന്നു എന്നിട്ട് എങ്ങോട്ടാ വന്നത്? അവിടെയാണ് അതിന്റെ കണ്ടിന്യൂഷൻ. വന്നുകൊണ്ടിരുന്നു, എങ്ങോട്ട് വന്നു? സ്വന്തമായതിലേക്ക് വന്നു. ഈ സ്വന്തമായതിലേക്ക് എങ്ങനെയാണ് സൃഷ്ടിതാവായ ദൈവത്തിന് ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളെ കുറിച്ച് പറയാൻ പറ്റുന്നത്? ലോകം മുഴുവൻ ഇരുട്ടിലാണ്, വെളിച്ചം കർത്താവിന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഈ സ്വന്തമായതിലേക്ക് വന്നു എന്ന് എങ്ങനെ പറയാൻ പറ്റും? നമ്മളെല്ലാം സ്വന്തമല്ലേ കർത്താവിനോട് അർത്ഥം? എല്ലാവരും അന്ധകാരത്തിലും പാപികളുമാണ്. പക്ഷെ സ്വന്തമായതിലേക്ക് എന്ന് പറയാൻ അവിടെ കാരണം, കർത്താവ് ഉടമ്പടികളിലൂടെ ലോകത്തിൽ പലപ്പോഴും ആളുകളോട് ഏർപ്പെടുന്ന ബന്ധങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിറ്റി ആയിരുന്നു ഇസ്രായേൽ വർഗം, ഇസ്രായേൽ ജാതി, ഇസ്രായേൽ ജനം. അവരോട് ദൈവത്തിന്റെ ഒരു ഉടമ്പടിയിലൂടെ ദൈവം അവരെ സ്വന്തമാക്കിയിരുന്നു. അതുകൊണ്ടാണ് നിന്നെ സൃഷ്ടിച്ചവനും രൂപപ്പെടുത്തിയവനും എന്ന് ഇസ്രായേലിന്റെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. അപ്പൊ ഇസ്രായേലിനെ മകനെ പോലെ ദൈവം സ്വന്തമാക്കിയിരുന്നു ഒരു ഉടമ്പടിയിലൂടെ. അതുകൊണ്ടാണ് സ്വന്തമായതിലേക്ക് എന്ന് പറയുന്നത്. അപ്പൊ കർത്താവ് എപ്പോഴും നമ്മൾ ചരിത്രത്തിൽ നോക്കി അറിയാം, കർത്താവിന്റെ പ്രത്യേക വെളിപ്പാടുകൾ എപ്പോഴും ഉടമ്പടി പ്രകാരമാണ് വരുന്നത്, ഉടമ്പടിക്ക് വെളിയിലല്ല. ഉടമ്പടി പ്രകാരം മാത്രമാണ് കർത്താവ് പ്രത്യേക വെളിപ്പാടുകളെ നൽകുന്നത്. അത് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഉടമ്പടി അവിടെ കാണും. പഴയ നിയമത്തിലെ പുസ്തകങ്ങളിലൂടെ നമ്മൾ കാണുന്ന ഉടമ്പടികളെല്ലാം ഈ പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ഉടമ്പടിയുടെ നിഴലുകളാണ്, ദൈവം മനുഷ്യനോടുള്ള അവന്റെ ഇടപെടലുകൾ. എന്നാൽ പൊതു വെളിപ്പാട് ലോകത്തിലുള്ള സകല മനുഷ്യർക്കുള്ളതാണ്. എന്നാൽ പ്രത്യേക വെളിപ്പാടുകളെല്ലാം അത് ഉടമ്പടിയിലൂടെയാണ് നൽകപ്പെടുന്നത്. ഇപ്പൊ ഒരു സൈറോഫൈനിക്ക വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീ, കനാനി സ്ത്രീ വന്ന് യേശു ക്രിസ്തുവിന്റെ അടുത്ത് എന്റെ കുഞ്ഞിനെ സൗഖ്യമാക്കണം എന്ന് പറയുമ്പോൾ കർത്താവ് പറയുന്ന ഒരു വാക്യം, മനുഷ്യർക്കുള്ളതെടുത്ത് നായ്ക്കൽ കിട്ടുകൊടുക്കുന്ന വിഹിതമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ പ്രയാസപ്പെടുത്തിയിട്ടുള്ള 1-2 വാക്യങ്ങളിൽ ഒരു വാക്യം അതാണ്. എങ്ങനെയാണ് അവരെ നായ്ക്കുട്ടി എന്ന് വിളിക്കാൻ പറ്റുന്നത്? പക്ഷെ അവിടെ പറയുന്ന ആ സ്ത്രീയുടെ ഫെയ്ത്തും ഭയങ്കര ഫെയ്ത്താണ്. കർത്താവോട് പറയുന്നത്, ഈ കർത്താവ് ചെയ്യുന്നതൊക്കെ സാധാരണഗതിയില് അത്ഭുതങ്ങളല്ല, അടയാളങ്ങളാണ്. അടയാളങ്ങൾ എന്ന് പറഞ്ഞാൽ അവൻ മെസ്സിയായാണെന്ന് അവനെ കാത്തിരിക്കുന്ന ജനത്തോട് പറയുന്ന അടയാളങ്ങളാണ് ഇവന്റെ മിറക്കിൾ വർക്ക്സ് എല്ലാം. അതിനകത്തൊരു അത്ഭുതമുണ്ട്, ഇല്ലെന്നല്ല, അടയാളങ്ങളുടെ ആരംഭമായി. ഇതെല്ലാം സൈൻസ് ആണ്. സൈൻസ് ദാറ്റ് ഹി വാസ് മെസ്സയ ആൻഡ് ദ മെസ്സയ വാസ് പ്രോമിസ്ഡ് ടു ദ ഇസ്രായേൽസ്. അപ്പൊ കർത്താവ് ചെയ്യുന്ന അത്ഭുതങ്ങളൊക്കെ സ്പെഷ്യൽ റെവലേഷന്റെ ഭാഗമായിരുന്നു, രോഗസൗഖ്യം അതെല്ലാം. പക്ഷെ ഇവള് ചോദിക്കുന്നത് ആ കോമൺ റെവലേഷനിൽ നിന്ന് വരുന്ന, അതായത് ലോകത്തിലുള്ള സകല മനുഷ്യർക്കും കിട്ടുന്ന, നായ്ക്കുട്ടികൾക്ക് കിട്ടുന്ന അപ്പനുറുക്ക്, ദാറ്റ് മീൻസ് രോഗസൗഖ്യം. കർത്താവ് ആർക്ക് വേണമെങ്കിലും കൊടുത്തിട്ടുണ്ട്. പഴയ ദിനത്തിലൊക്കെ രോഗങ്ങൾ സൗഖ്യമാകുന്ന എല്ലാ വിശ്വാസികളാണ് നിർബന്ധമൊന്നുമില്ല. ഈ ലോകത്തിൽ രോഗസൗഖ്യം ഉണ്ടാകുന്നതും ധനം ഉണ്ടാകുന്നതും ഇതൊന്നും വിശ്വാസികൾക്ക് മാത്രം സ്പെഷ്യൽ റെവലേഷന്റെ വരണം നിർബന്ധമൊന്നുമില്ല. അപ്പം ഇവിടെ ചോദിക്കുന്ന ഈ സാധാരണ മനുഷ്യരെല്ലാം ദൈവം സൃഷ്ടിച്ചാണല്ലോ. അപ്പൊ അതിനകത്ത് കിട്ടുന്ന ഒരു കോമൺ ഗ്രേസിന്റെ ഒരു ഭാഗം ഉണ്ടല്ലോ, സ്പെഷ്യൽ ഗ്രേസ് അല്ലാതെ കോമൺ ഗ്രേസ്.
മേശയിൽ നിന്ന് വീഴുന്ന അപ്പമുറുക്ക്, അത് പട്ടികൾക്കും നായ്ക്കുട്ടികൾക്കും കിട്ടാറുണ്ടല്ലോ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ കർത്താവ് പറയാനുള്ള സ്പെഷ്യൽ റെവലേഷൻ, സ്പെഷ്യൽ ഗ്രേസ് ഓപ്പറേറ്റ്സ് only within the people of the covenant. അങ്ങനെ ഉള്ളൂ. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ പുതിയ നിയമ ഉടമ്പടി വെക്കുന്നത് വരെ ഇസ്രായേൽ മക്കളെയാണ് സ്വന്തം എന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് ദൈവം സ്വന്തം എന്ന് പറയുന്നത് ഇസ്രായേൽ മക്കളെ അല്ല. ഇന്ന് സ്വന്തം എന്ന് പറയുന്നത് അവനിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിശ്വസിക്കുന്ന അവന്റെ മക്കളെയാണ്. അതിനകത്ത് ഇസ്രായേൽ മക്കളുമുണ്ട്, ജാതികളുമുണ്ട്. ഇവർ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല. They are all the same before the Lord. മക്കൾ തമ്മിൽ പക്ഷപാതമില്ല. കാരണം യേശുക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ ഉടമ്പടി അതുവരെയുള്ള ഉടമ്പടികൾ നിഴലുകൾ മാത്രമായിരുന്നു. അതർ കവനൻസ് ആർ നോട്ട് കണ്ടിന്യൂയിങ്. ഓക്കെ, അതിന് പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം പൊരുൾ വന്ന് അതിനെല്ലാം ടെർമിനേറ്റ് ചെയ്തു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ മൃഗങ്ങളുടെ യാഗങ്ങളാലുള്ള ആ ഉടമ്പടി അവിടെ തീർന്നു. അതിനുള്ള പ്രോമിസസും തീർന്നു. ഓക്കെ, അപ്പൊ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ ആ ക്രിസ്തുവിന്റെ നീതി അല്ലെങ്കിൽ അവന്റെ ജീവൻ, അവന്റെ വെളിച്ചം വാസ് ടു മച്ച് ഫോർ ദം. അത് അവരുടെ നീതിയെ തകർത്ത് കളയുന്നൊരു കാര്യമായിരുന്നു. അവരുടെ ജഡത്തിൽ അവർ അധ്വാനിച്ചുണ്ടാക്കിയ രാജ്യം. പ്രിയ സഹോദരങ്ങൾ, നമുക്ക് എല്ലാവർക്കും അങ്ങനത്തെ അപകടമുണ്ട്. നമ്മൾ പതുക്കെ പതുക്കെ ജീവിച്ച് വരുമ്പോൾ നമ്മളും നമ്മുടെ രാജ്യം ഉണ്ടാവും. അത് തന്നെ ഉണ്ടായി വരുന്ന കുറെയൊക്കെ നമ്മുടെ രാജ്യമുണ്ട്. അതിന് ക്ഷീണം പറ്റാതെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന രാജ്യമുണ്ട്. പെട്ടെന്ന് ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ എക്സ്പോസ്ഡ് ആയി പോയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. The way I will respond to that is to run away if I am not confronted by the light of the Lord. ക്രിസ്തുവിന്റെ വെളിച്ചം വന്നിട്ട് എനിക്ക് മാനസാന്തരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഞാൻ പൊളിഞ്ഞു പോകുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ ചെല്ലുകയില്ല. ഞാൻ പൊളിഞ്ഞു പോകുന്ന, എനിക്ക് ലജ്ജ ഉണ്ടാകുന്ന, എന്റെ അകം തുറന്നു പോകുന്ന ഒരു സ്ഥലത്തേക്ക് ഞാൻ ചെന്ന് കയറില്ല. ഞാൻ അങ്ങനെ ചെല്ലണമെങ്കിൽ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഞാൻ പ്രാപിക്കണം. ഉന്നതമായതിന്റെ ഗ്ലോറി എന്താന്ന് എനിക്ക് മനസ്സിലാവണം. അല്ലാതെ എനിക്ക് എന്നെ തന്നെ എക്സ്പോസ് ചെയ്യാൻ പറ്റത്തില്ല. So carnal man will always run away from the light. Okay. All right. അപ്പൊ ഇവിടെ പറയുന്ന യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള റെവലേഷന്റെ അടുത്ത തലത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ he came to his own and his own people did not receive him. അടുത്തതാണ് പ്രധാനം. അതാ ഞാൻ പറഞ്ഞ കവനന്റ് ചേഞ്ച് ആവുന്നു. ഹിസ് ഓൺ എന്ന് പറയുമ്പോൾ അവിടെ മക്കളാകാനുള്ള റൈറ്റ് അല്ലായിരുന്നു. അടുത്ത നോക്കി, ബട്ട് ടു ഓൾ ഹു ഡിഡ് റിസീവ് ഹിം. അപ്പൊ ആരൊക്കെ അവനെ സ്വീകരിക്കുന്നുണ്ടോ അവർക്കെല്ലാവർക്കും അവൻ ദൈവ മക്കളാകുവാനുള്ള അധികാരം കൊടുത്തു. റൈറ്റ് ടു ബിക്കം ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. പറയുന്നത് ബട്ട് ടു ഓൾ ഹു ഡിഡ് റിസീവ് ഹിം. ആരൊക്കെ അവനെ സ്വീകരിച്ചോ, who believed in his name, അവന്റെ നാമത്തിൽ വിശ്വസിച്ചോ, അവർക്കെല്ലാവർക്കും അവൻ ദൈവ മക്കളാകുവാനുള്ള അവകാശം കൊടുത്തു, അധികാരം കൊടുത്തു. റൈറ്റ്, അവകാശം കൊടുത്തു, റൈറ്റ് നൽകി. അപ്പൊ ഇതാണ് ശരിക്കും വീണ്ടും ജനനം നമ്മൾ പറഞ്ഞു തുടങ്ങേണ്ടത് അവിടെയാണ്. അല്ലാതെ റോമാലേഖനം 10:9 പോകും. അത് പിന്നീടാ പറയുന്നത്. ഇതാണ് തുടക്കം. അവനെ കൈക്കൊള്ളും. ഹൗ ഇസ് ദാറ്റ് പോസിബിൾ? അത് അവന്റെ ആത്മാവാണ് നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അവന്റെ ജീവനെയാണ് നമ്മൾ കൈക്കൊള്ളുന്നത്. ക്രിസ്തു നമ്മൾ ജീവനാവുകയാണ്. ഹിസ് ലൈഫ്, ദാറ്റ് എവർ ലാസ്റ്റിംഗ് ലൈഫ്, നിത്യജീവൻ, എവർ ലാസ്റ്റിംഗ് ഇറ്റേണൽ ലൈറ്റ്, അണഞ്ഞു പോകാത്ത ജീവന്റെ വെളിച്ചം. നമ്മൾ അങ്ങനെ നിത്യനായ ദൈവത്തിന്റെ മക്കളാക്കപ്പെടുകയാണ് ബൈ റിസീവിങ് ദാറ്റ് ലൈഫ്. എങ്ങനെ മക്കളുണ്ടാകുന്നത്? എന്തൊരു ചോദ്യം! ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. സിമ്പിൾ ഉത്തരവേ ഉള്ളൂ. ജീവൻ സ്വീകരിച്ചാണ് മക്കളുണ്ടാകുന്നത്. ദൈവത്തിന് എങ്ങനെ മക്കളുണ്ടാകുന്നത്? ദൈവത്തിൽ നിന്ന് ജീവൻ സ്വീകരിച്ചാണ്. ആരാണ് ജീവൻ? കർത്താവ് തന്നെയാണ്. അവൻ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരുന്നതാണ്. അവനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ജീവനെ നമ്മൾ സ്വീകരിക്കുക.
റിസീവ് ഹിസ് ലൈഫ്. ഡു യു ഹാവ് ഹിസ് ലൈഫ്? അവന്റെ ജീവൻ ഉള്ളിലുണ്ടോ? അവന്റെ ജീവിതമാണോ നമ്മൾ ജീവിക്കുന്നത്? അവന്റെ ജീവനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ആ വെളിച്ചം നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ? ഇറ്റ്സ് ദ ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. ക്രിസ്തുവാണോ നിങ്ങളിൽ വസിക്കുന്നത്, ജീവിക്കുന്നത്? ആ ജീവനാണ് നമ്മളെ ദൈവത്തിന്റെ മക്കളാക്കി മാറ്റുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു കൺവെൻഷൻ ഗ്രൗണ്ടിന്റെ പുറകെ പോയിരുന്ന് കൈപൊക്കി എന്റെ പാപങ്ങൾക്കായി കർത്താവ് മരിച്ചവനായി സ്തോത്രം എന്ന് പറഞ്ഞാൽ ഒന്ന് രക്ഷിക്കപ്പെടുക, വീണ്ടും ജനിക്കും. To receive him, his life, and that life should grow in you. ക്രിസ്തുവിന്റെ തലയോളം നമ്മളെ വളർത്തുന്ന ഒരു ആന്തരിക മനുഷ്യൻ നമുക്കൊന്നുണ്ടാവുക, പുതിയ സൃഷ്ടിയാവും. റിസീവിങ് ഹിസ് ലൈഫ്, അവന്റെ ജീവൻ സ്വീകരിക്കുന്ന ഈ ഒരു പ്രോസസ് നമ്മൾ നമ്മുടെ മക്കളോട്, നമ്മൾ ആരോട് സുവിശേഷം പറഞ്ഞാൽ അവരോടെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് ഈ ഭാഗമാണ്. ഇനി നമ്മൾ യോഹന്നാന്റെ സുവിശേഷം മുഴുവൻ നമ്മൾ ഈ ഒരു കാഴ്ചപ്പാട്, ജീവന്റെ കാഴ്ചപ്പാടിൽ നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നിക്കോദോമസിനോട് പറഞ്ഞതിനോടും ശിഷ്യന്മാർ പറയുന്നതിനോടെല്ലാം ഭയങ്കര അർത്ഥങ്ങൾ നമുക്ക് മനസ്സിലാക്കണം. We go deeper into that. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് കർത്താവ് സാധിച്ചത്? അതിന്റെ വിശദീകരണമാണ്. എങ്ങനെ സാധിക്കില്ല എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. But all who did receive him, who received in his name, who believed in his name, he gave the right to become children of God. അപ്പൊ ദൈവത്തിന്റെ മകനായി മകളായി മാറാനുള്ള വഴി അവന്റെ ജീവനെ സ്വീകരിച്ച് അവന്റെ പിതൃത്വം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വലിയ മരണമാണ്. I die to my existence, my old living. ജീവൻ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച് ഫ്ലഷിൽ കഴിഞ്ഞുകൂടിയ എൻ്റെ ആ ഒരു എക്സിസ്റ്റൻസിനെ ഞാൻ തള്ളിപ്പറയും. അതിന്റെ എല്ലാ മേന്മകളോടും കൂടെ, അതിനെനിക്ക് പുകഴുവാനുണ്ടായിരുന്ന എല്ലാറ്റിനെയും കൂടെ തള്ളിപ്പറഞ്ഞു ഞാൻ ക്രിസ്തുവിന്റെ ജീവനെ എൻ്റെ ഉള്ളിൽ സ്വീകരിച്ചിട്ട് മകനായി മാറുകയാണ്. പുത്രന്റെ ജീവൻ എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഞാൻ പുത്രനാണ്. ലോകത്തിൽ മക്കളാകാൻ ഒറ്റ വഴിയുള്ളൂ, പിതാവിൽ നിന്ന് അല്ലെങ്കിൽ മാതാവിൽ നിന്ന് ജീവൻ സ്വീകരിക്കുക. റിസീവ് ലൈഫ് ഫ്രം പേരൻസ്. അതാണ് എല്ലായിടത്തും സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ദൈവത്തിന്റെ മക്കളാകുന്ന ദൈവത്തിൽ നിന്ന് ആ ജീവൻ പ്രാപിക്കുമ്പോഴാണ്. നമുക്ക് മാതാപിതാക്കളിൽ നിന്ന് പ്രാപിക്കുന്നതിനെ ജീവൻ എന്ന് പോലും പറയാൻ പറ്റില്ല. അതൊരു പ്രാണനാണ്, എക്സിസ്റ്റൻസ് ആണ്, എക്സിസ്റ്റൻസ് വിത്ത് ഇന്റലിജൻസ്. പക്ഷെ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നത് നിത്യമായി നിലനിൽക്കുന്ന സത്യവെളിച്ചമായ ജീവനാണ്. ആ ജീവൻ നമ്മൾ പ്രാപിക്കുന്നതിനെയാണ് ശരിക്കും, അത് കർത്താവിന്റെ അടുത്ത് തന്നെ നമ്മൾ പോയി നോക്ക് ചെയ്ത് കരഞ്ഞു കർത്താവിനോട് തന്നെ ചോദിക്കണം. ബിക്കോസ് ഓൺലി ഹി ക്യാൻ ഗിവ് ലൈഫ്. അത് ചോദിക്കണമെങ്കിൽ തന്നെ അവന്റെ കൃപ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ വചനത്തിന്റെ കേൾവിയാൽ ആ കൃപയിൽ നമുക്ക് വീണ്ടും ജനിക്കുവാൻ കഴിയും. നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടും. ഓക്കെ, ആ വചനം നമ്മെ ജീവിപ്പിക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ വചനമാണ്. നമ്മുടെ അകത്ത് കടന്നു നിന്ന് നമ്മെ വിവേചിക്കാനും നമ്മുടെ കർത്താവിന്റെ ജീവനിലേക്ക് നടത്താനും ആ വചനം നമ്മെ സഹായിക്കും. എങ്ങനെയൊക്കെ നമുക്ക് മക്കളാകാൻ പറ്റില്ല? ഒന്ന്, രക്തത്താൽ പറ്റില്ല, നോട്ട് ബൈ ബ്ലഡ്. രക്തത്താൽ കഴിയത്തില്ല. രണ്ട്, ജഡത്തിന്റെ ഇഷ്ടത്താൽ പറ്റത്തില്ല. യു ടേക്ക് എ ഡിസിഷൻ, നോ. അതാണ് ഞാൻ പറഞ്ഞത്, ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിന്റെ പുറകെ പോയി കൈ പൊക്കിയാൽ that is only an intellectual assent to the idea that this is possible. You climb to an intellectual higher plane. അത്രേ ഉള്ളൂ. കുറച്ചുകൂടി ഉന്നതമായ ഒരു ഭൗതികമായ ഒരു കണ്ടെത്തൽ നടത്തുക. അതുകൊണ്ടൊന്നും ഒരുത്തൻ രക്ഷപ്പെടില്ല. ബുദ്ധി കൊണ്ട് അത് അംഗീകരിച്ചാൽ രക്ഷപ്പെടില്ല. ജീവൻ തന്നെ നമ്മളിൽ വ്യാപരിക്കണം. ആത്മാവ് തന്നെ നമ്മളിൽ വരണം. ആത്മാവ് വരാതെ നമുക്ക് ജീവൻ ലഭിക്കില്ല. യോഹന്നാന്റെ ഏറ്റവും വലിയ തീം എന്ന് പറയുന്ന ആത്മാവിൽ നിന്നുള്ള ക്രിസ്തുവിന്റെ ജീവനാണ്. ഓക്കെ, അപ്പോൾ രക്തത്താൽ വരില്ല, ഹ്യൂമൻ ഡിസിഷനാൽ വരില്ല. ഒരു വീട്ടിലെ ഗ്രഹനാഥന്റെ പുരുഷന്റെ ഇഷ്ടത്താലും വരത്തില്ല. നമ്മുടെ ജഡത്തിന്റെ തീരുമാനത്താൽ വരില്ല. ഏതെങ്കിലും ഒരു മനുഷ്യൻ എടുക്കുന്ന തീരുമാനത്താലും വരില്ല. പിന്നെ എങ്ങനെ വരുള്ളൂ? ദൈവത്തിൽ നിന്ന് അത്രേ ജനിച്ചത് എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവത്തിൽ നിന്നുള്ള ആത്മാവിന് മാത്രമേ നമ്മെ ആ പുതിയ ജീവനുള്ളവരാക്കി മാറ്റാൻ കഴിയുള്ളൂ. അത് ക്രിസ്തുവിന്റെ ജീവനാണ്. നിഴലുകളാൽ ആച്ഛാദനം വരാത്തതാണ്, അതിന് മറവിൽ നിൽക്കാത്തതാണ്, അത് എപ്പോഴും തേജസ്സോടെ പ്രകാശിക്കുന്നതാണ്. ഇത് യോഹന്നാൻ പറയുന്ന ക്രിസ്തു മരിച്ച് 65 വർഷങ്ങൾക്ക് ശേഷമാണ്. അപ്പൊ ജീവന്റെ ലൈഫ്, ജീവന്റെ ജീവിതം, ആ ജീവനാൽ ജീവിച്ച ജീവിതം, യോഹന്നാന് ഒരു 65 വർഷത്തെ സാക്ഷ്യമുണ്ട്.
ക്രിസ്തു എങ്ങനെയാണ് ഉള്ളിൽ ഉണ്ടായതെന്നും വളർന്നതെന്നും എങ്ങനെയാണ് ആ സ്നേഹത്തിന്റെ പെർഫെക്ഷനിലേക്ക് യോഹന്നാൻ എത്തിയത്. സോ ജോൺ ഈസ് എക്സ്പ്ലെയിനിങ് ഫ്രം ഹിസ് ഓൺ എക്സ്പീരിയൻസ് എന്താണ് ജീവൻ. അപ്പൊ എങ്ങനെയാണ് ഇത് ദൈവം സാധിപ്പിച്ചത്? ഹൗ വേർ വി കിൻഡിൽഡ് ഇൻ ടു ലൈഫ് വൺസ് അഗൈൻ. എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ ആ ജീവൻ പിന്നെയും കത്തിയത്? അതാണ് നമുക്ക് അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. ഇന്ന് പലപ്പോഴും എസ്റ്റാബ്ലിഷ്ഡ് ചർച്ചകളില്, പെന്റക്കോസ്റ്റൽ ചർച്ചകൾ ഉൾപ്പെടെ, യു ഫോൾ ഇൻ ടു ദ ട്രാപ്പ് ഓഫ് ആൻ ഓർഗനൈസ്ഡ് റിലീജിയൻ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു ബി ബോൺ അഗൈൻ. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ തമാശ. തമാശ അല്ല, ഏറ്റവും വലിയ വേദന, ട്രാജി കോമഡി എന്ന് വേണമെങ്കിൽ പറയാം. യു ഫോൾ ഇൻ ടു an ഓർഗനൈസ്ഡ് സ്ട്രക്ചേർഡ് റിലീജിയൻ. ഓ, പിന്നെ ഇതൊന്ന് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്, വീണ്ടും ജനിക്കാന്ന് പറഞ്ഞാൽ ചിന്ത പോലും നമ്മുടെ തലയ്ക്കകത്തോട് ഓടത്തില്ല. അതുകൊണ്ടാണ് കർത്താവ് റിലീജിയന്റെ ഫ്രെയിംവർക്സിനെ ബ്രേക്ക് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും കാണുന്നത്. യു വിൽ സീ ഇൻ ദിസ് ഗോസ്പൽ ഓൾസോ. അപ്പൊ നമ്മളൊരു പ്രത്യേക സിസ്റ്റത്തിൽ ജനിച്ചത് കൊണ്ട് നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെന്ന് വിചാരിക്കരുത്. ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ. പട്ടത്ത സഭകളെല്ലാം, ഓർഗനൈസ് ചർച്ചകളെല്ലാം അങ്ങനെ ആയത് അങ്ങനെയാണ്. അവർ ജനിച്ചതിനാൽ, രക്തത്താൽ, അല്ലെങ്കിൽ പുരുഷന്റെ ഇഷ്ടത്താൽ, ജഡത്തിന്റെ തീരുമാനത്താൽ ഒക്കെയാണ് ജീവിക്കുന്നത്. ഓക്കെ, പക്ഷെ യോഹന്നാൻ പറയുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. ഉയരത്തിൽ നിന്ന് വീണ്ടും ജനിക്കാതെ നമുക്ക് ദൈവത്തിന്റെ മക്കളാൻ പറ്റില്ല. ദാറ്റ്സ് എ റൈറ്റ് ദാറ്റ് ഗോഡ് ഗിവ്സ് ടു എവരിവൺ ഹു റിസീവ്സ് ഹിം ആൻഡ് ബിലീവ്സ് ഇൻ ഹിസ് നെയിം. അവനെ സ്വീകരിച്ച് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ കൊടുക്കുന്ന അവകാശമാണ്. അതുകൊണ്ട് നമ്മൾ ജനിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാലാണ്. ഓക്കെ, എത്ര സിമ്പിൾ ആയിട്ടല്ലേ ബൈബിൾ ഇത് പറയുന്നത്. നമുക്ക് ഈ വീണ്ടും ജനനത്തെ കുറിച്ച് പറയാൻ ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ വലിയ തിയറിയും തിയോളജിയും ആവശ്യമില്ല. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം, 3-ാം അധ്യായം, 10-ാം അധ്യായം, 6-ാം അധ്യായം, 10-ാം അധ്യായം, ഇതെല്ലാം ഈ ജീവന്റെ വ്യാപാരം. ശമര്യക്കാരുടെ സ്ത്രീയോട് പറയുന്നത് ജീവന്റെ വെള്ളം, ജീവജല നദി. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് കർത്താവ് നമ്മളിലേക്ക് എത്തിച്ചത്? ആ വെളിച്ചം എങ്ങനെയാ വന്നത്? ആ വെളിച്ചം എന്തായിരുന്നു? അതിന്റെ വിശദീകരണമാണ് അടുത്ത വാക്യങ്ങളിൽ കാണുന്നത്. The word became flesh. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഞങ്ങളുടെ ഇടയിൽ പാർത്തു. അങ്ങനെയാണ് ആ വെളിച്ചം. കൃപയും സത്യവും, ട്രൂത്ത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സംതിങ് ദാറ്റ് നെവർ ചേഞ്ചസ്. കൃപ നമ്മൾ പണ്ടെങ്ങാണ്ട് പറഞ്ഞ പോലെ അത് ദ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ്, എക്സലൻസി ഓഫ് ക്രൈസ്റ്റ് എന്ന് വേണേൽ പറയാം. നമ്മുടെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, നമ്മളെ അവൻ വിളിച്ചിരിക്കുന്നത് തന്നെ അവന്റെ എക്സലൻസിലേക്കാണ്, ബ്യൂട്ടിയിലേക്കാണ്, ആ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും. ആ എക്സലൻസ് എന്നുള്ള വാക്കൊക്കെ നമുക്ക് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തന്നെ പ്രയാസം. എങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? എക്സലൻസ് എന്നുള്ളതിന്റെ മലയാളം എന്താ? ഇപ്പൊ കൃപ എന്ന വാക്ക് കർത്താവിന്റെ ബ്യൂട്ടിയെ കുറിക്കുന്നതാണ്. ആകർഷകത്വം, അലൗകികമായ പുത്രന്റെ ആകർഷകത്വം. ദൈവത്തിന്റെ ഒരു മകൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നാൽ എങ്ങനെയായിരിക്കും? അംബാനിയുടെ മകൻ ജീവിച്ചാൽ എന്തായിരിക്കും? ലോകത്തിന്റെ മഹത്വമായിരിക്കും. നമ്മുടെയൊക്കെ മക്കൾ ജീവിക്കുന്ന ആരുടെ മഹത്വമായിട്ടാ? നമ്മുടെ മഹത്വമായിട്ടാ. പക്ഷെ കർത്താവിന്റെ മകൻ എങ്ങനെയായിരിക്കും ജീവിച്ചത്? കർത്താവിന്റെ മഹത്വമായിട്ടാ. അതെങ്ങനെ ഭൂമിയിൽ വെളിപ്പെടുത്തി? അതാണ് ഞങ്ങൾ ദൈവത്തിന്റെ പുത്രന്റെ തേജസ്സായിട്ട്. ആ കൃപയാണ്, ആ ബ്യൂട്ടിയാണ്. ഞങ്ങൾ വന്ന് ഓരോ സമയത്തും നിറയണമെന്ന് ഞങ്ങൾ കൊതിയോടെ കാത്തിരുന്നു. അവന്റെ കൂടെ ഞങ്ങൾ ചെലവഴിക്കുമ്പോഴെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ വന്ന് നിറഞ്ഞുകൊണ്ടിരുന്ന, കൃപയുടെ മേൽ കൃപയായി വളർന്ന് നിറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ക്വാളിറ്റിയാണ് ആ ഗ്രേസ് എന്ന വാക്കുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ വെളിച്ചം നമ്മളിലേക്ക് വരാൻ അവൻ എന്ത് ചെയ്തു? അവൻ ജഡരൂപത്തിൽ ഈ ഭൂമിയിൽ വന്ന് വചനം ജഡമായി തീർന്നു, നമ്മുടെ ഇടയിൽ പാർത്തു. ഓക്കെ, ഞങ്ങൾ അവന്റെ തേജസ്സിനെ അവൻ ഞങ്ങളോട് വസിച്ചപ്പോൾ കണ്ടു. അത് ഇനി വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചല്ല. ഞങ്ങൾ അവന്റെ തേജസ്സിനെ, ഞങ്ങൾ ഇതിനകത്ത് ഈ പത്രോസും മറ്റു ശിഷ്യന്മാരും പറയുമ്പം, പത്രോസ് ഞങ്ങൾ അവന്റെ തേജസ്സിനെ മഹിമയെ കണ്ട സാക്ഷികൾ എന്നൊക്കെ പറയുമ്പം പത്രോസിന്റെ മനസ്സിലേക്ക്, പൗലോസിന്റെ മനസ്സിലേക്കൊക്കെ പോകുന്നത് അവർ കണ്ട ക്രിസ്തുവിന്റെ ആ മഹത്വത്തെ കുറിച്ച്. ഉദാഹരണത്തിന് പത്രോസ് 2 പത്രോസിൽ പറയുന്നുണ്ട്, ഞങ്ങൾ ആ മലയിൽ വെച്ച് കണ്ട അനുഭവത്തെ കുറിച്ച്. അത് മറുരൂപ മലയില് കർത്താവിന്റെ ട്രാൻസ്ഫിഗറേഷൻ, മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, അവിടെ സംഭവിച്ച കാര്യം പറയും. പക്ഷെ യോഹന്നാൻ പറയുന്ന എന്ത് മഹത്വത്തെ കുറിച്ചാണെന്നറിയോ? യോഹന്നാൻ നോക്കുമ്പോ കർത്താവിന്റെ ഓരോ ചലനവും ഭയങ്കര തേജസ്സായിരുന്നു. That's a much more deeper appreciation of
ക്രൈസ്റ്റ് പേഴ്സണാലിറ്റി. അത് എങ്ങനെയാ യോഹന്നാന് സാധിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് എ ലോങ്ങർ ലൈഫ് പോസിബിൾ ഇൻ ഗ്രേസ്. നമ്മൾ വളർന്നു വളർന്നു വരുന്ന പ്രതിഫലം എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കും. ബിക്കോസ് യു ഗോട്ട് മോർ ഓപ്പർച്യൂണിറ്റി ടു എക്സ്പീരിയൻസ് ഇറ്റ്. സ്നേഹം കർത്താവിന്റെ അടുത്ത് ചേർന്ന്. അപ്പം യോഹന്നാൻ പറയുമ്പോഴേക്കും യേശുവിന്റെ ഓരോ മൂവ്മെന്റും തേജസ്സായിരുന്നു. നോട്ട് ജസ്റ്റ് ഓൺ ദ മൗണ്ട് ഓഫ് ട്രാൻസ്ഫിഗറേഷൻ, everywhere we saw him. Truth and grace and truth. അതും മകന്റെ തേജസ്സായിട്ട് ഞങ്ങൾ അനുഭവിച്ചു എന്നാണ് പറയുന്നത്. കർത്താവ് ജീവിച്ച ഒരു സമയത്ത് മാത്രമല്ലാതെ ബാക്കി അപ്പോസ്തലന്മാർ കൂടുതലും ആ എൻകൗണ്ടറുകളെ കുറിച്ചാണ് പറയുന്നെങ്കിലും യോഹന്നാൻ പറയുന്ന എൻകൗണ്ടറുകളെ കുറിച്ചല്ല, ആക്ച്വൽ എക്സ്പീരിയൻസിങ് ഓഫ് ക്രൈസ്റ്റ് ലൈഫ്. അത് യോഹന്നാനിൽ എന്ത് തീവ്രതയോടെ ഉണ്ടോ അതിനേക്കാളൊക്കെ പെർഫെക്ഷനിൽ യോഹന്നാൻ ക്രിസ്തുവിൽ അത് നേരിട്ട് കണ്ടിരുന്നു, ആ ബ്യൂട്ടി എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്നിട്ട് യോഹന്നാൻ അത് എംഫസൈസ് ചെയ്ത് 16-ാം വാക്യത്തിൽ പിന്നെയും പറയുന്നുണ്ട്, അവന്റെ നിറവിൽ നിന്ന് നാം ഓരോരുത്തരും കൃപയുടെ മേൽ കൃപ പ്രാപിച്ചിരിക്കുന്നു. അപ്പം അവന്റെ നിറവിൽ നിന്ന് നമ്മളിത് പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ദാറ്റ് മീൻസ് ഗ്രോസ് ഇൻ us. അപ്പൊ അത് തന്നെ യോഹന്നാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. 98 വയസ്സായല്ലേ ഉള്ളൂ, പ്രാപിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ക്രിസ്തുവിന്റെ തേജസ് വെച്ച് നോക്കിയാൽ ഇതിങ്ങനെ പതുക്കെ പതുക്കെ പ്രാപിച്ചുകൊണ്ടിരിക്കും. ദാറ്റ്സ് ഓൾ. തേജസ്സിന്മേൽ തേജസ്, 2 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത് പോലെ തേജസ്സിന്മേൽ തേജസ് വന്ന് അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. ഇതെല്ലാം ക്രിസ്തുവിന്റെ ആ അട്രാക്ഷൻ, ആ ബ്യൂട്ടി ഓഫ് ക്രൈസ്റ്റ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമുക്ക് ഈ വാക്യങ്ങൾ തുടർന്നുള്ള ആഴ്ചയിൽ അടുത്ത മൺഡേ നമുക്ക് ഈ വിഷയത്തിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. ബുധനും വെള്ളിയും ഈ ആഴ്ചയും പ്രയാസമാണ്, കാരണം മീറ്റിംഗ്സിന്റെ കൺസ്ട്രെയിൻസ് അങ്ങനെയുണ്ട്. അതുകൊണ്ട് നമുക്ക് വി വിൽ മീറ്റ് ഓൺ മൺഡേ. അടുത്ത ആഴ്ച മുതൽ 3 ദിവസവും ക്ലാസ്. എനിക്കിത് മിസ്സാവുന്നതിൽ എനിക്ക് വിഷമമുണ്ട്, കാരണം ഐ ആം ഓൾസോ ലേണിംഗ് വിത്ത് യു. ഇപ്പൊ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പഠിക്കും, പെട്ടെന്ന് ഇങ്ങനെ നമുക്ക് സംസാരിക്കാൻ പ്രയാസമാണ്, കാരണം ദേ നീഡ് ടു ബി ടോട്ട് ഫ്രം അനദർ ലെവൽ. അപ്പൊ ഐ എം റിയലി എൻജോയിങ് വാട്ട് ദ ലോർഡ് ഈസ് ടെല്ലിംഗ് മീ ത്രൂ ദിസ്. ബട്ട് ലെറ്റ് us വെയിറ്റ് അണ്ടിൽ നെക്സ്റ്റ് മൺഡേ. ദൈവം നമ്മെ അത്രയും നാളും അതിനുശേഷവും കാക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹിമ കണ്ട സാക്ഷികളായി, കർത്താവെ അങ്ങയുടെ തേജസ് അനുഭവിക്കുന്ന സാക്ഷികളായി ഞങ്ങളെയും അവിടുന്ന് വിളിച്ചു. കർത്താവെ, അത് അങ്ങയുടെ ഓരോ വാക്കും ഞങ്ങൾ കേൾക്കുമ്പോൾ എത്ര മനോഹരം, എത്ര ആഴം. നിങ്ങളുടെ ലൈഫ് കർത്താവെ ഞങ്ങൾക്ക് എത്രയോ മനോഹരം, എത്രയോ ആകർഷകം എന്ന് പറയാൻ തക്കവണ്ണം ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് അങ്ങയെ തന്നെ വെളിപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. മക്കളെന്ന അവകാശത്തോടെ ഞങ്ങളെ ചേർത്ത അങ്ങയുടെ കരുണയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുത്തെ ജീവൻ ഞങ്ങളിൽ വ്യാപരിക്കുവാൻ കർത്താവെ, അത് ഞങ്ങൾക്ക് ചൈതന്യമായി മാറുവാൻ അങ്ങയുടെ മകന്റെ തേജസ്, ക്രിസ്തുവിന്റെ തേജസ് ഞങ്ങളിൽ വെളിപ്പെട്ട് കർത്താവെ ഞങ്ങളും മക്കൾ എന്ന പോലെ സാക്ഷ്യം വഹിക്കുവാൻ, ക്രിസ്തു എന്ന തലയോളം വളരുവാൻ ദൈവമേ ഈ വചനങ്ങൾ ഞങ്ങളെ ജീവിക്കണമേ, ജീവനിൽ നടത്തണം. നന്ദിയോടെ സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.